എല്ലാവരും തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു മാം. Okay. Can we start or we should wait for 2 minutes? Okay, I think we can start the session. തുടങ്ങാമല്ലോ അല്ലേ? Yes, miss. So we have finished 2 books and 8 units. Now the third book. Screen കാണാമോ? കാണാം. Yeah. So now the 9th unit. We have covered 8 units and now 9th unit. It's in third block. It's about in a introduction to attitude and stereotype. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ? What is attitude? Word meaning? It's a manobhavam. It's about our feelings and opinion about something or somebody. Feelings. Yeah, it's about our feelings or our predisposition. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം. It's about മലയാള വേർഡ് വരുന്ന മനോഭാവം. Okay. So it refers to the individual's specific state of mind through which he expresses his opinions and feelings towards some conditions, things, events, and persons in his social environment. So എന്തിനോടുമുള്ള നമ്മളൊരു മനോഭാവമാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വിഡോ റീമാരേജ്. ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ്, നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഡയറക്ഷൻ പോവുക ആൻഡ് നമ്മുടെ ബിഹേവിയർ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിഹേവിയർ പാറ്റേൺ വരിക. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ ബിഹേവിയർ പാറ്റേൺസും എല്ലാം വരിക. So now, so this is the definition of attitude. Definition എന്തിൻ്റെയും നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. Examination point of view, we should be thorough with the concepts definition, all the concepts and the definitions. So it refers to the individual's specific state of mind. നമ്മളുടെ മനസ്സിന്റെ നില എങ്ങനെയാണ്, through which he expresses his opinions and feelings. അതുവഴി നമ്മൾ we will express our opinions and feelings. എന്തിനോട്? ടുവേർഡ്സ് സം കണ്ടീഷൻ ആവാം, ചിലപ്പോൾ ചില സാധനങ്ങളോടാവാം, ചിലപ്പോൾ ചില സാഹചര്യത്തോടാവാം, ചിലപ്പോൾ ചില ആളുകളോടാവാം. ഇൻ ഹിസ് സോഷ്യൽ എൻവയോൺമെന്റ്. ഓക്കെ. നൗ നേച്ചർ ഓഫ് ആറ്റിറ്റ്യൂഡ്. സോ ഏർലിയർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് കൺസിഡർഡ് ആസ് ഹാവിങ് വൺ ഡയമെൻഷൻ. അതായത് നമ്മളുടെ ഒരു പ്രീഡിസ്പോസിഷൻ, നമ്മൾ പഠിച്ചത് വെച്ചിട്ടുള്ള നമ്മളുടെ ഒരു മനോഭാവത്തിനനുസരിച്ച് നമ്മൾ എന്താണോ, അപ്പോൾ ഒരു പ്രീഡിസ്പോസിഷൻ ആണ് ടു റെസ്പോണ്ട് ഇൻ എ കൺസിസ്റ്റന്റ്ലി ഫേവറബിൾ അല്ലെങ്കിൽ അൺഫേവറബിൾ മാനർ. അപ്പോൾ ആ ഒരൊറ്റ ലേൺഡ് പ്രീഡിസ്പോസിഷൻ എന്ന് പറയുന്ന ഒറ്റ ഡയമെൻഷനിലാണ് ആദ്യം ആറ്റിറ്റ്യൂഡിനെ കണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു 2 ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ എഫക്റ്റീവ് കമ്പോണന്റ് ആൻഡ് എ കോഗ്നേറ്റീവ് കമ്പോണന്റ്. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ലൈക്ക് ഓർ ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഫോർ ഓർ അഗെയിൻസ്റ്റ് എന്നുള്ള കാര്യം. ആൻഡ് കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ ബിലീഫ്. അപ്പോൾ ബിലീഫിനനുസരിച്ചിട്ടാണ്. അപ്പം ബിലീഫ് അബൌട്ട് വിഡോ റീമാരേജ്, അതിനോട് നമ്മളെങ്ങനെ ഒരു 4 ആയിട്ടോ അല്ലെങ്കിൽ എഗൻസ്റ്റ് ആയിട്ടോ നിൽക്കും എന്നുള്ളൊരു 2 കമ്പോണൻസ് ആണ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കറക്റ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് ആറ്റിറ്റ്യൂഡ് ഈസ് ഹാവിങ് 3 ഡയമെൻഷൻസ്: എഫക്റ്റീവ്, കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ. അതായത് ആദ്യം നമുക്കൊരു ചിന്ത വരുന്നു, ആ ചിന്തയ്ക്ക് അനുസരിച്ച് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. ചിന്ത മീൻസ് കോഗ്നറ്റീവ് കമ്പോണൻറ്റ്. ആ കോഗ്നറ്റീവ് കമ്പോണൻറ്റ് അനുസരിച്ച് വി ആർ ഹാവിങ് എ ഫീലിംഗ് ഫോർ ഓർ അഗൻസ്റ്റ്. അതിനനുസരിച്ചിട്ട് വിൽ ബിഹേവ്. അങ്ങനെ ഈ 3 കമ്പോണൻസ് ആണ് ഇപ്പോൾ ആറ്റിറ്റ്യൂഡിൽ പറയണം. സോ ഇപ്പം വിഡോ റീമാരേജ് ആണെന്ന് പറയുമ്പോൾ ആ വിഡോ റീമാരേജിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ബിലീഫ് എന്താണ്, ആ ബിലീഫ് അനുസരിച്ചിട്ട് നമ്മൾക്ക് അതിനോട് 4 ആയിട്ടാണ് എഗൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ 4 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ വി മേ ഓർഗനൈസ് മീറ്റിംഗ്സ് ടു പ്രൊട്ടക്ട് ദിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വി മേ ഗീവ് ലെക്ചേഴ്സ് ഇൻ ഫേവർ ഓഫ് വിഡോ റീമാരേജ് or even go to the extent of marrying a widow. Okay.
അപ്പോൾ ദീസ് ആർ ദ major components of attitude. Then comes the nature of attitude. കമ്പോണൻസ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്, കമ്പോണൻസ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു നേച്ചറിൽ വരുന്ന 3 എലമെന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ബാലൻസ്, സെക്കൻഡ് ഈസ് മൾട്ടിപ്ലെക്സിറ്റി, തേർഡ് വൺ ഈസ് കൺസിസ്റ്റൻസി. വിൽ സി വാട്ട് ആർ ദേ. ഫസ്റ്റ് ഈസ് ബാലൻസ്. ബാലൻസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഫേവറബിൾനെസ് ഓർ അൺഫേവറബിൾനെസ്, അതാണ് ബാലൻസ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ഐ എൻജോയ് വർക്കിംഗ് ഔട്ട്, ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. അപ്പം എനിക്ക് അത് താല്പര്യമുണ്ടോ താല്പര്യമില്ലേ, സോ ഐ എൻജോയ് വർക്കിംഗ് ഔട്ട്, അതാണ് എൻ്റെ ബാലൻസ് ഉദ്ദേശിക്കുന്നത്. ദെൻ കംസ് മൾട്ടിപ്ലെക്സിറ്റി. ഒരു സെക്കൻഡ്. Then comes multiplexity. Multiplexity എന്ന് പറയുമ്പോൾ what are it means the number of elements a component has. അപ്പോൾ ഒത്തിരി എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത്രയും കോംപ്ലെക്സ് ആയിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് that event or thing or person. അപ്പോൾ അതാണ് മൾട്ടിപ്ലെക്സിറ്റി. ഇപ്പോൾ ഹയർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് ഇൻ എ കമ്പോണന്റ്, ദ മോർ കോംപ്ലെക്സ് ഇറ്റ് വുഡ് ബി. അതായത് ഇപ്പം ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക്ഔട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇറ്റ് ഇംപ്രൂവ്സ് ഹെൽത്ത്, ഇറ്റ് ഹെൽപ്സ് വെയിറ്റ് ലോസ്, ഇറ്റ് ബൂസ്റ്റ് അവർ മൂഡ്, then social activity with the friends, അങ്ങനെ പല കോൺസെപ്റ്റ്സ്, പല കമ്പോണൻസ് അതിനകത്ത് വരുന്നു. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ലൈക്ക് അതിനകത്ത് ഓവർ വർക്ക്ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഡയറ്റ് അതിനോട് കോമ്പൻസേറ്റ് ചെയ്ത് വന്നില്ലെങ്കിൽ, അതിനെ കോംപ്ലിമെന്റ് ചെയ്ത് വന്നില്ലെങ്കിൽ, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ ഒരു തിങ്ങിനോട് നമുക്കുള്ള ഒരു കോംപ്ലെക്സിറ്റിക്ക് അനുസരിച്ച് നമ്മളെ ആറ്റിറ്റ്യൂഡിനകത്ത് ആ ഒരു പെർപ്ലെക്സിറ്റി വരാൻ ചാൻസസ് ഉണ്ട്. Then comes a consistency. Consistency means നമ്മളുടെ ഈ കോഗ്നിറ്റീവ് കമ്പോണന്റ്, അതായത് നമ്മുടെ ഒരു ബിലീഫ് കമ്പോണന്റ്, ദെൻ അതിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ഒരു അഫക്റ്റീവ് കമ്പോണന്റ്, അതിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ബിഹേവിയർ കമ്പോണന്റ്, ഇത് മൂന്നും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും നിൽക്കുക. ഇതിൽ നോക്കുകയാണെങ്കിൽ കോഗ്നീഷനിൽ പറയുമ്പോൾ എക്സസൈസ് ഈസ് ഹെൽത്തി, അതാണ് ഒരു കോഗ്നിറ്റീവ് കമ്പോണന്റ്, ബിലീഫ് കമ്പോണന്റ്. Then comes affect. Affect എന്ന് പറയുമ്പോൾ ഐ ഫീൽ ഗുഡ് ആഫ്റ്റർ വർക്ക്ഔട്ട്. ഓക്കെ, അതാണ് ഒരു ഡിഗ്രി ഓഫ് ഫേവറബിൾനെസ് വരിക. ആൻഡ് ബിഹേവിയർ എന്താണ്, ദാറ്റ് പേഴ്സൺ വർക്ക്സ് ഔട്ട് റെഗുലർലി. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ ആ ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. എമംഗ് ദ കോഗ്നിഷൻ, അഫക്റ്റ് ആൻഡ് ദ ബിഹേവിയർ. ഈ 3 ആസ്പെക്ട്സും ചേരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫുൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നത്. ക്ലിയർ? യെസ്. Then major characteristics of attitude. Attitude നമുക്കറിയാം, ഒരാൾ ജനിച്ചു വീഴുമ്പോൾ ഒന്നിനോടും ഒരു പ്രത്യേകമായ ഒരു ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുമില്ല, അല്ലേ? എല്ലാ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ലേൺഡ് ആണ്. സോ ആറ്റിറ്റ്യൂഡ് ഇസ് ലേൺഡ്. മെമ്പർ വിച്ച് ഷി ബിലോങ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ആറ്റിറ്റ്യൂഡ് ഗീവ്സ് ഡയറക്ഷൻ, അതായത് നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ഷനാണ് ഈ ആറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് കിട്ടുന്നത്. And it is relatively permanent. An attitude is always related to some issue, object or thing, and it has got motivational properties. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കൂടി നമുക്ക് ഈ ആറ്റിറ്റ്യൂഡിലൂടെ കിട്ടുകയാണ്. So these are the major characteristics of attitude. Then attitude and belief. എന്താണ് attitude, belief എന്ന് പറയുമ്പോൾ? So belief എന്ന് പറയുമ്പോൾ it is towards its attitude is closely related to belief. ശരിക്കും പറയാം, ബിലീഫ് എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡിന്റെ ഒരു കോഗ്നിറ്റീവ് പാർട്ടാണ് ശരിക്കും പറയുന്നത് ബിലീഫ്. ഓക്കെ, ആ ബിലീഫ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ഫേവറബിൾനെസ് അൺഫേവറബിൾനെസ് വരുന്നു, ആ ഒരു ഫീലിങ്സ് വരുന്നു, ആൻഡ് ഫീലിങ്സിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ വരുന്നു. ഓക്കെ, സോ ആ ഒരു കോഗ്നിറ്റീവ് പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബിലീഫ് എന്ന് പറയുമ്പോൾ. സോ ബിലീഫ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എൻഡ്യൂറിംഗ് ഓർഗനൈസേഷൻ ഓഫ് പെർസെപ്ഷൻസ് ആൻഡ് കോഗ്നിഷൻ അബൌട്ട് സം ആസ്പെക്ട് ഓഫ് ദി ഇൻഡിവിജ്വൽസ് വേൾഡ്, ആൻഡ് ബിലീഫ്സ് ആർ ദ കോഗ്നിഷൻസ് ഓർ തോട്ട്സ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജെക്ട്. എന്തിനോടെന്നുള്ള നമ്മുടെ ഒരു ബിലീഫാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്യിക്കുന്നത്. So attitude is an organized system of cognitive, affective and behavioral component in which belief is more related to the cognitive component. Yeah. നോക്കാം, ബിലീഫും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവും with these examples. The smoking belief എന്താ? Smoking causes cancer.
അതാണ് നമ്മുടെ ബിലീഫ്. ദിസ് ഇസ് എ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ദ പേഴ്സൺ ബിലീവ്സ് ടു ബി ട്രൂ. ഓക്കെ. ഇനി അതിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് വരിക? അപ്പം ഐ ഹേറ്റ് സ്മോക്കിംഗ് ആൻഡ് ഇറ്റ് ഇസ് ഡിസ്ഗസ്റ്റിംഗ്. ദിസ് റിഫ്ലെക്ട്സ് ആൻ ഇമോഷണൽ ഇവാലുവേഷൻ ഓഫ് സ്മോക്കിംഗ്. അതാണ് നമ്മളുടെ ഒരു ഇമോഷണൽ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ബാലൻസ് ആണ് വരുന്നത്. അതനുസരിച്ച് അതിന്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ വരുമ്പോൾ എന്തായിരിക്കും? ഈ വ്യക്തി സ്മോക്ക് ചെയ്യില്ല. മനസ്സിലാവുണ്ടോ? Yes, miss. ഓക്കെ. സോ ബിലീഫ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് അവിടെ ബിഹേവിയർ വരുമ്പോൾ, ബിഹേവിയർ ആഡ് ചെയ്ത് വരുമ്പോൾ ഇതിനോട് കൺസിസ്റ്റന്റ് ആയിട്ട് എന്തായിരിക്കും വരിക? ആ വ്യക്തി സ്മോക്ക് ചെയ്യില്ല. നെക്സ്റ്റ് ബിലീഫ് എന്ന് പറഞ്ഞാൽ ദ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. ദിസ് ഇസ് മൈ ബിലീഫ്. അപ്പം അതിനകത്ത് ആറ്റിറ്റ്യൂഡ് എന്താക്കിയാൽ വരിക? ഐ സപ്പോർട്ട് എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ബിക്കോസ് ഐ കെയർ അബൌട്ട് ദ പ്ലാനറ്റ്. ഓക്കെ. ദെൻ അബൌട്ട് വാക്സിനേഷൻ. എന്താണ് ബിലീഫ്? വാക്സിനേഷൻ റെഡ്യൂസസ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസസ്. അപ്പൊ അതിനകത്ത് ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഐ സ്ട്രോങ്ലി സപ്പോർട്ട് വാക്സിനേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഐ ടേക്സ് വാക്സിനേഷൻ ഇഫ് ഇറ്റ് ഇസ് നീഡഡ്. ദെൻ അടുത്ത എന്താ? എ ക്ലാസ് ഇൻ സ്കൂൾ ബിലീഫ്. മാത്സ് റിക്വയർസ് ലോജിക്കൽ തിങ്കിങ്. ഓക്കെ. ഐ എൻജോയ് മാത്സ് ബിക്കോസ് ഇറ്റ് ഇസ് ചലഞ്ചിങ് ആൻഡ് ഫൺ. അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്ട്രോങ്ലി റിലേറ്റഡ് ടു ആ ബിലീഫ് പാർട്ട്. സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കമ്പോണൻസ് ഉണ്ട്. ബിലീഫ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രൈമർലി കോഗ്നിറ്റീവ്. വേറൊരു എക്സാമ്പിൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇഫ് സംവൺ ബിലീവ്സ് ദാറ്റ് റീസൈക്ലിംഗ് ഹെൽപ്സ് ദ എൻവയോൺമെന്റ്, അതാണ് എൻ്റെ സ്ട്രോങ് ബിലീഫ് ആൻഡ് ഇറ്റ്സ് കൺസിഡർഡ് ടു ബി ആസ് ട്രൂ എൻ്റെ മനസ്സിൽ. ആൻഡ് ദേ കെയർ ഡീപ്ലി അബൌട്ട് ദ പ്ലാനറ്റ്. ഓക്കെ. അപ്പൊ അതാണ് എൻ്റെ ഇമോഷൻ. അപ്പൊ അവിടെ ഒരു കെയർ വരുമ്പോൾ ഒരു ഫീലിംഗ് അവിടെ എക്സ്പ്രസ് ചെയ്യാം. ദെൻ ദേ ആർ ലൈക്ലി ടു ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റീസൈക്ലിംഗ്. അപ്പൊ എൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ വരുമ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റീസൈക്ലിംഗ് വരുന്നു. And beliefs are based on real facts, while attitude is based more on imagination and less on reality. And change in attitude comes faster than in belief. Now, some of the theories of attitude organization. Just a second, right? Now, some of the theories of attitude organization. These are the major theories. Cognitive consistency theories, which includes Heider balance theory, Newcomb's ABX theory, Festinger's cognitive dissonance theory, Rosenberg's affective cognitive consistency theory, congruity theory, social learning theories, which include classical conditioning, instrumental conditioning, then functional theories, which include Katz and Stotland theories with Brunner and the White theory. ഇതാണ് മേജർ ആയിട്ട് വരുന്ന തിയറീസ്. പക്ഷേ ഇതിനകത്ത് വളരെ സെലക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. ബിക്കോസ് എക്സ്ട്രാ റീഡിങ്ങിന് ഓഫ് കോഴ്സ് യു ക്യാൻ റീഡ് ദ അതർ തിയറീസ്. പക്ഷെ ഇപ്പം ടെക്സ്റ്റിൽ പറഞ്ഞത് മാത്രം നമുക്ക് അവിടെ നോക്കാം. And these are some of the miscellaneous theories, which include Kelman's three-process theory, assimilation contrast theory, and adaptive level theories. The first one is Heider's balance theory. The Heider balance theory പറയുന്നത് when the relationship between people and objects are balanced, it creates emotional harmony. And when they are unbalanced, it creates tension, which people try to resolve to regain the balance or to maintain balance or to restore the balance. Okay. ഇതിനൊരു എക്സാമ്പിൾ ഇതിൽ 3 എലമെന്റ്സ് ആണ് വരിക. 1 എന്ന് പറയുന്നത് ദ പേഴ്സൺ ആൻഡ് അതർ 1 അനദർ പേഴ്സൺ. ഓ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ഇപ്പൊ ഞാനാണ് പി. ആൻഡ് ഒ എന്ന് പറയുന്നത് another person, and X എന്ന് പറയുന്നത് a thing, idea or object or even ഒരു third person എന്ന് നമുക്ക് പറയാം. And these 3 form a triad, and balance is determined by whether the relationships, positive or negative, among these 3 elements are psychologically consistent. Okay. ഇതിൽ എക്സാമ്പിൾ പറയുമ്പോൾ it will be clear. The P, അതായത് ഞാൻ, I like O. അപ്പം എനിക്ക് ഒരു പെർട്ടിക്കുലർ സെലിബ്രിറ്റീനെ ഇഷ്ടമാണ്. ഓക്കെ. ആ സെലിബ്രിറ്റീനെ എനിക്ക് ഇഷ്ടമാണ്. സോ
P like O. You discover that O supports X. O എന്ന് പറയുന്നത് സപ്പോർട്ട്സ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പാർട്ടി യു ഡിസ്ലൈക്ക്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ഇയാള് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, സോ യു ഡിസ്ലൈക്ക് ദ പൊളിറ്റിക്കൽ പാർട്ടി. പക്ഷെ എനിക്ക് ആളെ ഇഷ്ടമാണ്, പൊളിറ്റിക്കൽ പാർട്ടി ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യും? ദിസ് ക്രിയേറ്റ്സ് ആൻ അൺബാലൻസ് സ്റ്റേറ്റ്. പക്ഷെ എന്ത് പണിയെ കാണിച്ച് ചെയ്യാൻ എന്തിനാ ഈ പാർട്ടിക്ക് ചേർന്ന്, എനിക്ക് എന്തൊരു ഇഷ്ടമുള്ള മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ പറയാം. ദാറ്റ് ക്രിയേറ്റ്സ് ആൻ അൺബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പൊ ഇതിന് സൊല്യൂഷൻസ് നമ്മൾ നോക്കാം. അപ്പൊ യു ലൈക്ക് ദ സെലിബ്രിറ്റി ആൻഡ് ദ സെലിബ്രിറ്റി ലൈക്സ് എ പാർട്ടി, യു ഡിസ്ലൈക്ക് ദ പാർട്ടി. സോ യു ഫീൽ ഡിസണൻസ് ബിക്കോസ് യുവർ ആറ്റിറ്റ്യൂഡ് ഡോണ്ട് അലൈൻ. ഓക്കെ, അപ്പൊ അതിന് എന്തായിരിക്കും നമ്മൾ സൊല്യൂഷൻ കാണുക? എന്തായിരിക്കും സൊല്യൂഷൻ കാണുക എന്ന് പറഞ്ഞു? നമ്മൾ ആ പാർട്ടി ഇഷ്ടപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ അയാളെ വെറുക്കാൻ ശ്രമിക്കും. നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ പാർട്ടിയെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആ ആളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും. ഇതല്ലെങ്കിലോ മൂന്നാമത് എന്തായിരിക്കും? മൂന്നാമത് നമ്മൾ ഒരു കോംപ്രമൈസിലേക്ക് എത്തുകയാണ്. എനിക്ക് ആ ആളെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങേരെ ആ പാർട്ടിയിൽ ചേർന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യും, അല്ലേ? ഈ 3 മാർഗത്തിലൂടെയാണ് വി റീഗെയിൻ ദ ബാലൻസ്. മനസ്സിലാവുണ്ടോ? അതാണ് ഹെയ്ഡേഴ്സ് ബാലൻസ് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോകുമ്പോൾ, ഇപ്പം എനിക്ക് ഒരു വ്യക്തി ഇഷ്ടമാണ്, എനിക്ക് വേറൊരു വ്യക്തിനെ ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ആ 2 വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് ഇംബാലൻസ്. അപ്പൊ എനിക്കതൊരു അസ്വസ്ഥത ഉണ്ടാക്കും. ബിക്കോസ് എനിക്ക് ഈ 2 പേരെ ഇഷ്ടമാണ്, അവർ തമ്മിലോട് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ആശ്വാസമായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മറ്റേ ആൾക്ക് അതിനകത്ത് ചൊറിച്ചിലും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് ഇംബാലൻസ്. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്? ഈ ഫെസ്റ്റിംഗറുടെ കോഗ്നിറ്റീവ് ഡിസണൻസും ഇത് തന്നെയല്ലേ? അപ്പൊ അത് ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആണ്? അല്ലല്ല, കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിൽ, അവിടെ വേറൊരു വ്യക്തി ഉണ്ടാവണമെന്നില്ല. ഓക്കെ ഓക്കെ, മനസ്സിലായോ? അതായത് എനിക്കൊരു ഹെൽപ്പിംഗ് ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്, പക്ഷെ എൻ്റെ ഫാമിലി അത് ഒട്ടും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിക്കാൻ പാടില്ലെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എനിക്കുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ. അപ്പൊ ഒന്നിലും ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്ത് അപ്പൊ അവിടെ ഒരു ഇഷ്ടക്കേട് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു ബിഹേവിയർ എനിക്ക് മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൺസിസ്റ്റന്റ് ആവേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അവിടെ കൂടുതലും എന്റെ ബിലീഫും എന്റെ ബിഹേവിയർ തമ്മിലാണ് അവിടെ ഇഷ്യൂസ്. ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹെയ്ഡേഴ്സ് ബാലൻസ് തിയറി. പിന്നെ പറയുന്നത് കാറ്റ്സ് ഫങ്ഷണൽ തിയറിയാണ്. കാറ്റ്സ് ഫങ്ഷണൽ തിയറി. അപ്പം ഇതില് this attitude has got 4 functions. Look, first one is instrumental, adjective and or utilitarian function. അതായത് ഞാൻ എന്തൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതിന്റെ ബേസിൽ അവിടെ ഒരു റിവാർഡ് ഓർ ഒരു മിനിമൈസ് പണിഷ്മെന്റ് വരുന്നുണ്ട്. സെക്കൻഡ് ഈസ് ഈഗോ ഡിഫെൻസീവ് ഫങ്ഷൻ. സോ ഐ പ്രിഫർ ദിസ് ആറ്റിറ്റ്യൂഡ് ഓർ ഐ ടേക്ക് ദിസ് ആറ്റിറ്റ്യൂഡ് ടു refrain from unpleasant realities about himself or herself. Third one is to express value. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ആറ്റിറ്റ്യൂഡ് എടുക്കുന്നത്. ഫോർത്ത് വൺ, ഒരു നോളജ് ബേസിലാണ് എൻ്റെ ആ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഐ ഗിവ് യു ദ എക്സാമ്പിൾ. യൂട്ടിലിറ്റേറിയൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഗെയിൻ റിവാർഡ് ഓർ അവോയ്ഡ് ഓർ മിനിമൈസ് പണിഷ്മെന്റ്. സോ ലൈക്കിംഗ് എ ജോബ് ബിക്കോസ് ഇറ്റ് പേസ് വെൽ. അതുകൊണ്ടാണ് എനിക്ക് ആ ജോബിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തത്. അല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊരു ഇന്റേണൽ ആയിട്ടുള്ളൊരു താല്പര്യമൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല ശമ്പളം തരുന്നുണ്ട്, സോ ഐ ലൈക്ക് ദ ജോബ്. സെക്കൻഡ് വൺ, ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. ഇതെന്ന് പറയുന്നത് ഡിസ്ലൈക്കിംഗ് എ സബ്ജക്ട് യു സ്ട്രഗിൾ വിത്ത് ടു പ്രൊട്ടക്ട് യുവർ ഈഗോ. നമ്മൾ പറയില്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറയത്തില്ലേ? സോ ദാറ്റ് ഈസ്, അതിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും. സോ ദാറ്റ് ഈസ് ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. Third one, value expressive function. So it allows the expression of core values. നമ്മളുടെ ഒരു കോർ വാല്യൂ ഉണ്ട്, എല്ലാ മനുഷ്യരിലും കോർ വാല്യൂസ് ഉണ്ട്. കോർ വാല്യൂസ്, ബിലീവ്സ് ഓർ സെൽഫ് ഐഡന്റിറ്റി. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുന്നതാണ്. സോ സപ്പോർട്ടിങ് LGBTQ+ റൈറ്റ്സ് ബിക്കോസ് ഇക്വാലിറ്റി ഈസ് എ പേഴ്സണൽ വാല്യൂ.
ആൻഡ് ഐ എന്താ പറയുക, ഞാൻ ഒത്തിരി വാല്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരിലും അത്തരം വാല്യൂസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. സോ അവിടെ വാല്യൂ എക്സ്പ്രഷന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ നോളജ് ഫങ്ഷൻ. സോ ബിലീവിങ് ഇൻ സയൻസ്, ഓക്കെ, science-based policies to reduce uncertainty and understand the world. ഓക്കെ, സോ അതാണ് ഒരു നോളജ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പം ഇത്തരത്തിലുള്ള ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. ക്ലിയർ? Yes. Yeah. Then comes Kelman's 3-process theory. ഇതിൽ പറയുന്നത് അനുസരിച്ച് ആറ്റിറ്റ്യൂഡ് ഓർഗനൈസേഷൻ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 3 distinct പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. 3 പ്രോസസ്സാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് കംപ്ലയൻസ്, സെക്കൻഡ് വൺ ഇസ് ഐഡന്റിഫിക്കേഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ഇന്റേണലൈസേഷൻ. സോ കംപ്ലയൻസ് പറയുമ്പോൾ അവിടെ അത്രയ്ക്ക് ഉള്ളിൽ തട്ടിയ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും അല്ല നമ്മുടെ കംപ്ലയൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. സോ എ വർക്കർ സ്മൈൽസ് അറ്റ് കസ്റ്റമേഴ്സ് ബിക്കോസ് ഇറ്റ് ഇസ് റിക്വയർഡ്, നോട്ട് ബിക്കോസ് ദേ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദർ പ്രൊഫഷൻ. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കംപ്ലയൻസ്. ആൻഡ് ദ ചേഞ്ച് ഈസ് എക്സ്റ്റേണൽ ഇൻ ബിഹേവിയർ, നോട്ട് നെസസറി ഇന്റേണൽ. നമ്മുടെ ഒരു ബിലീഫിന്റെ ഭാഗമായിട്ടൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ മോട്ടിവേഷൻ എന്താണ്? അവോയ്ഡ് പണിഷ്മെന്റ് ആൻഡ് ടു ഗെയിൻ റിവാർഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കംപ്ലയൻസ്. സെക്കൻഡ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു സ്റ്റേജ് ആണ്, ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ യു അഡോപ്റ്റ് ദ ആറ്റിറ്റ്യൂഡ് ബിക്കോസ് യു വാണ്ട് ടു ബി ലൈക്ക് സംവൺ എൽസ് ഓർ ഫിറ്റ് ഇൻ ടു എ ഗ്രൂപ്പ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി, ഗ്രൂപ്പിലെ ആളുകൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് എന്താണ് അതുപോലെ നമ്മൾ ചെയ്യണം. സോ എ ടീം സപ്പോർട്ട്സ് ആനിമൽ റൈറ്റ്സ് ബിക്കോസ് ദെയർ ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ഡസ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. ലാസ്റ്റ് വൺ ഈസ് ഇന്റേണലൈസേഷൻ. അത് കുറച്ചും കൂടി ഒരു സ്റ്റേബിൾ ആൻഡ് മീനിങ് ഫോം ഓഫ് ചേഞ്ച് ആണ് ഇന്റേണലൈസേഷൻ എന്ന് പറയുന്നത്. സോ യു ബിക്കം വെഗൻ ബിക്കോസ് യു ഡീപ്ലി വാല്യൂ ആനിമൽ വെൽഫെയർ ആൻഡ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അവിടെ ആരും നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. ബട്ട് യു അക്സെപ്റ്റ് ദ ഐഡിയ ബിക്കോസ് യു ട്രൂലി ബിലീവ് ഇറ്റ്സ് റൈറ്റ് ഓർ ട്രൂ. റിമെയിൻസ് ഈവൻ വിത്തൗട്ട് സോഷ്യൽ പ്രഷർ ഓർ റിവാർഡ്സ്. ഐഡന്റിഫിക്കേഷന്റെ കേസിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആ പെർട്ടിക്കുലർ സോഷ്യൽ ഇൻഫ്ലുവൻസറെ അഡ്മിറേഷൻ എന്ന് നിൽക്കുന്നു അന്ന് ഈ പരിപാടി ഞാൻ നിർത്തും. ഓക്കെ, മറ്റേത് ഇന്റേണലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും വരുന്നില്ല. മൂന്നും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും ഈ 3 രീതിയിലും നമ്മളെ ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ 3ന്റെയും തലം വ്യത്യാസമാണെന്ന് മാത്രം. ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ആക്ടിവിസ്റ്റുകളൊക്കെ ആവുന്ന ഒരു ഇന്റേണലൈസേഷൻ ആ ലെവലിൽ എത്തിയവരായിരിക്കും അല്ലേ? ഒരു ആക്ടിവിസ്റ്റ് ഒക്കെ നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിട്ട്, അതെ, ഒരു റിയൽ ആക്ടിവിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇന്റേണലൈസേഷൻ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ദെൻ സ്റ്റീരിയോടൈപ്സ് അടുത്ത ഏരിയ ആണ്. സോ ആറ്റിറ്റ്യൂഡ് നമ്മൾ കഴിഞ്ഞു. ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് വീണ്ടും അടുത്തടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ദെൻ കംസ് എ സ്റ്റീരിയോടൈപ്പ്. സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റീരിയോടൈപ്പ്? ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറ്റി നമ്മൾ വെച്ചു പുലർത്തുന്ന ഒരു സങ്കല്പം, ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ നമ്മൾ ഒരുപോലെ കണക്കാക്കുകയാണ്. ഒരു റാഷണൽ ബേസിസ് അവിടെ ഉണ്ടാവണമെന്നില്ല. Only because this person belong to that group, this person will have these kind of characteristics or traits എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. So it's a cluster of beliefs usually lacking a rational basis regarding the members of some group. Okay, one second.
So stereotype is a cluster of belief usually lack a rational basis regarding the member of some group. ഈ stereotype എന്ന് പറഞ്ഞ വാക്ക് ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് വാൾട്ടർ ലിറ്റ്മാൻ ആണ് in his book Public Opinion. So all the members of the group are perceived or understood alike. Yeah, stereotype is a set of beliefs used to categorize people. And such a categorization എന്ന് പറയുമ്പോൾ അവിടെ ഒരു exaggeration ഉണ്ടാവും and it lacks in truth. And this categorization provides a basis for gross generalization about people. മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റും, പക്ഷെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പക്ക ഒരു ട്രൂത്ത് അവിടെ ലാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. So some particular physical, social and cultural characteristics are ascertained which serve to identify people of that group. Okay. An example, the politicians are opportunistic. നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. അപ്പം ഒരു പൊളിറ്റീഷ്യനെ കണ്ടു കഴിയുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് വരുന്ന ഒരു സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇവര് ഇത്തരത്തിൽ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ടൈപ്പ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. So stereotype is a mental picture or image about a people of a community or category on the basis of which we ascribe traits or characteristics to people. And stereotype is a widely agreed belief about people of some category or community. The stereotype or gross and exaggerated generalization and it usually are not amenable to change despite information and evidence to the contrary. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്, പൊളിറ്റീഷ്യൻസ് ആർ ഓപ്പർച്യൂണിസ്റ്റ്. ഇനി അങ്ങനെ അല്ലാത്ത പൊളിറ്റീഷ്യൻസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുമോ ഓർ എൻ്റെ ബിലീഫ് മാറ്റുമോ? വെരി അൺലൈക്ലി. ഞാൻ അവിടെ എന്തായിരിക്കും പറയാ, ഈ ആള് മാത്രം ഒരു വ്യത്യാസമാണ് കേട്ടോ, ഇതെന്തോ അപൂർവമായിട്ടാണ് ഇങ്ങനൊരു സംഭവം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പൊതുവെ എല്ലാവരും ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോഴും എൻ്റെ തോന്നലില് ഞാൻ എപ്പോഴും ഒരു കോൺട്രറി ആയിട്ടാണ് നമ്മളവിടെ കാണുന്നത്, ഒരു എക്സെപ്ഷൻ ആണ് നമ്മളവിടെ പറയുന്നത്. So evidence to the contrary. Now, characteristics of stereotype. Stereotype can have either direction. It can be positive or negative. Okay. For example, Japanese are generally believed to be industrious and vigilant. അപ്പോൾ വളരെ ഉത്സാഹികളാണ് ജാപ്പനീസ് ആളുകൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആൻഡ് ബംഗാളീസ് എന്ന് പറയുമ്പോൾ അവർ പൊതുവെ ഒരു ടീമിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷൈ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഈ സ്റ്റീരിയോടൈപ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് സമൂഹത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? മേജർ കോസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഇന്നാഡിക്വേറ്റ് ആൻഡ് ഇംപ്രോപ്പർ എക്സ്പീരിയൻസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ ഓഫ് അതർ ഗ്രൂപ്പ്. ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് വെരി ഇനാഡിക്വേറ്റ് ആൻഡ് ഇംപ്രോപ്പർ എക്സ്പീരിയൻസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ ഓഫ് അതർ ഗ്രൂപ്പ്. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കുറച്ച് പേരെ നമ്മൾ ആദ്യം ആ ഒരു എക്സ്പീരിയൻസ് എടുക്കും, എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ മൊത്തം ആ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. ഒരു ക്ലാസ്സിൽ 1, 2, 3 പിള്ളേർ കുറച്ച് വികൃതികളാണ്, നമ്മൾ പറയും ഓ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ, അവിടെ മൊത്തം ഭയങ്കര വികൃതി പിള്ളേരാണെന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. സോ അതിനകത്ത് ഇത് ഡെവലപ്പ് ചെയ്യാൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് സോഷ്യലൈസേഷൻ. അതായത് പേരൻസ് ദേ ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് സ്റ്റീരിയോടൈപ്സ് ടു ഡീൽ with people of other community. Next is imitation. ഇപ്പൊ imitation എന്ന് പറയുമ്പോൾ in order to become an acceptable member of the community, ഞാൻ പറഞ്ഞില്ല ഇപ്പം അവിടെ ഒരു ഫാമിലി, ആ ഫാമിലിയിൽ എല്ലാവരും ഇതുപോലെയാണെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടികളും ഒരു തിരിച്ച് ഒന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കാതെ അവരും അതേപോലെ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം അവരൊരു ബിലീഫ്, ഇപ്പം ആ ഒരു ഫാമിലിയിൽ മൊത്തം പറയുന്നത് ഗേൾസ് ആർ ഇൻ ഗുഡ് അറ്റ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ അവിടെ വളരുന്ന ഗേൾസും അവരുടെ ഒരു ബിലീഫിലേക്കും ഇത് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെയിം ബിലീഫ് തന്നെ അവർ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ മെൻ ഷുഡ്ന്റ് ക്രൈ, ബോയ്സ് ആർ ബെറ്റർ അറ്റ് സയൻസ്. അപ്പൊ ഇതെല്ലാം ചെറുപ്പം മുതലേ ഇത് കേൾക്കുകയാണെങ്കിൽ ആ അതേ ബിലീഫ് തന്നെ അവരും അല്ലെങ്കിൽ അതേ ഒപ്പീനിയൻ തന്നെ അവരും ഹോൾഡ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇമിറ്റേഷൻ. Socialization, imitation, then traditions and folk ways. അതായത് നമ്മൾ കേൾക്കുന്ന നാടോടി കഥകളൊക്കെ ഉണ്ടല്ലോ,
അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ട്രഡീഷൻസ്, അപ്പൊ ഈ ട്രഡീഷൻസ് എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റീരിയോടൈപ്സ് ഫോസ്റ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പറയാം. So everybody tries to behave according to the traditions, customs, and folkways prevalent in the society because doing so brings prestige and social reputation. Okay, so women are naturally better at domestic tasks. ഇതാണ് നമ്മൾ പണ്ട് മുതലുള്ള നമ്മുടെ ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നമ്മുടെ ഒരു ബിലീഫ് അതാണ്. So even if many women now work in all professions, the stereotype persists because of the historical tradition. Then next is social and cultural distance. അതായത് ഈ മറ്റ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന, നമ്മൾ ഏതൊരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ ആ കമ്മ്യൂണിറ്റി എല്ലാ സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഇൻഫർമേഷൻ, ഒരു റൈറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് നമുക്കില്ല. ബിക്കോസ് അവർ ഒത്തിരി ദൂരെയാണ്, അതല്ല ഒരു സോഷ്യൽ കൾച്ചറൽ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ഇൻഫർമേഷൻസ് അവരെ പറ്റി കിട്ടാനായിട്ട് വകുപ്പില്ല. അപ്പം അതുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളും കുറഞ്ഞു വരുന്നു. ഓക്കെ, സോ due to cultural distance, we lack knowledge about their living styles, habits, customs, beliefs. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ റാഷണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അവരെ കുറിച്ചിട്ടുള്ള തുടർ പഠനങ്ങൾ നമ്മളിൽ സംഭവിക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ സെയിം സ്റ്റീരിയോടൈപ്സ് തന്നെയായിരിക്കും മുമ്പോട്ട് പോവാം. ഓക്കെ, സോ ട്രഡീഷൻസ് ആൻഡ് ഫോക്ക്വേസ് പറയുമ്പോൾ ഇറ്റ് റീഇൻഫോഴ്സ് ഫിക്സ്ഡ് റോൾസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് ഓവർ ജനറലൈസേഷൻ. വിമൻ ആർ നാച്ചുറലി ഹോം മേക്കേഴ്സ്. സോഷ്യൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഒരു ലാക്ക് ഓഫ് ഇന്ററാക്ഷൻ ആണ് അവിടെ കാണുന്നത്. സോ റിലയൻസ് ഓൺ ഹിയർസേ ആൻഡ് അസംഷൻസ്, ദേ ഡോണ്ട് മിക്സ് വെൽ വിത്ത് അതേഴ്സ് എന്നായിരിക്കും നമ്മളുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് കൾച്ചറൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ ദാറ്റ് കൾച്ചർ ഈസ് ലേസി, വയലന്റ് ആൻഡ് അൺഫ്രണ്ട്ലി എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്ക് ഇവരെ കുറിച്ചിട്ടുള്ള ഒരു ശരിയായ ധാരണ, ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് പ്രിവലന്റ് ആയിട്ട് നിൽക്കുന്നത്. സ്റ്റീരിയോടൈപ്സ് ആൻഡ് സോഷ്യൽ ലൈഫ്. ഈ സ്റ്റീരിയോടൈപ്പ് ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും അതിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അത് സെർവ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് ഇൻ ദ സൊസൈറ്റി. സ്റ്റീരിയോടൈപ്പ് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ബിഹേവിയർ. സ്റ്റീരിയോടൈപ്പ് that politicians are opportunities help us to understand their behavior. Okay, then it helped control social behavior. അപ്പോൾ നമുക്ക് ഇപ്പം അമേരിക്കൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചൊരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് റിലേഷൻഷിപ്പ് അതിൽ സാധ്യമാണ് എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു സ്റ്റീരിയോടൈപ്പ് ആണ്, ബട്ട് ഇറ്റ് ഇസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അവരോട് നമ്മുടെ ബിഹേവിയർ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, കുറച്ചുകൂടി നമ്മൾ ഫ്ലെക്സിബിൾ ആവാനായിട്ടുള്ളൊരു സാധ്യത അവിടെ ഉള്ളത്. Then it helps in prediction. So whether right or wrong, stereotypes control our social interactions. അപ്പോൾ ഈ നേപ്പാളീസ് എന്ന് പറയുമ്പോൾ അവർ പൊതുവെ ഒരു ബ്രേവ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഗൂർഖകളൊക്കെ നമ്മൾ നേപ്പാൾ അങ്ങനെ മാത്രം നമ്മൾ ചിന്തിക്കരുത്. സോ ആൻഡ് ദേ സെർവ് ആസ് ഹെൽപ്പേഴ്സ്. ഓക്കെ, അതിനും നമ്മൾ നേപ്പാളീസിന് പ്രിഫർ ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രഡിക്ഷൻ ഓൾസോ. സോ ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ബിഹേവിയർ, ഇറ്റ് കൺട്രോൾ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രഡിക്ഷൻ. Next comes the other term, that's prejudice. Prejudice എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ്. സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടുവേർഡ്സ് എ ബിലീഫ് ആണെങ്കിൽ, പ്രിജുഡിസിൽ കൂടുതലും ഒരു ഈ 3 കമ്പോണൻസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഈ 3 കമ്പോണൻസും ഈ സ്റ്റീരിയോടൈപ്പ് പ്രിജുഡിസിൽ വരുന്നത്. പ്രിജുഡിസ് എന്ന് പറയുമ്പോൾ എന്താ മലയാളം? മുൻവിധി എന്നാണ് പറയാം. സോ ഇൻ സ്റ്റീരിയോടൈപ്പ് മുൻധാരണ. സോ in stereotype, all members of the community are treated alike, as they are believed to have some same characteristics. While prejudice, it can take any direction, and it can be positive or negative. Stereotype towards negative ആണ് കൂടുതലും വരാറ്. So prejudice is a type of attitude, and it has all the 3 components: affective, cognitive, and behavioral. And stereotype എന്ന് പറയുമ്പോൾ it's cognitions ആണ്, അത് belief ആണ്, expectations from people or from persons simply because the person is a member of a particular group or community. And stereotypes are comparatively more stable than prejudice. Because stereotype എന്ന് പറയുന്നത് ബിലീഫോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. So these are comparatively more stable than prejudice. Example നോക്കുക, women are more emotional than men. So that is my stereotype, നമ്മുടെ ബിലീഫാണ്. And prejudice എങ്ങനെയായിരിക്കും വരിക? I don't think women make good leaders. Okay, അപ്പോൾ അതാണ് എൻ്റെ ഒരു prejudice വരിക. Stereotype, all Muslims pray 5 times a day. Then the prejudice പറയുമ്പോൾ I feel uneasy around Muslims. Then stereotype, older people are bad with technology. I don't want to hire older workers, they slow down the team.
ക്ലിയർ? അപ്പൊ ആ ഒരു എൻ്റെ ബിലീഫിനനുസരിച്ച് എൻ്റെ ഒരു മുൻവിധി, അതായത് ഞാൻ നേരത്തെ അങ്ങ് വിചാരിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും എന്ന്. സോ ഈ ഒരു യൂണിറ്റില് മാം, ഈ പ്രിജുഡീസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ അങ്ങനെ വരിക? എല്ലാം അതെ. ഇപ്പൊ സ്റ്റീരിയോ ടൈപ്പ് ആണെങ്കിലും പ്രിജുഡിസ് ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് നമ്മളുടെ ലേൺഡ് ആണ്. ഒരു ആറ്റിറ്റ്യൂഡും നമ്മൾ വെറുതെ അങ്ങ് ഉണ്ടാകുന്നതല്ല, നമ്മളുടെ ലേൺഡ്. അതിപ്പോ നമ്മുടെ നോളജ് വൈസിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും തന്നെയാണ്, പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ തന്നെയാണ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ മാം. സോ ആറ്റിറ്റ്യൂഡ്, നേച്ചർ ഓഫ് ആറ്റിറ്റ്യൂഡ്, അത് ആദ്യം കമ്പോണൻസ് നമ്മൾ നോക്കി. ദെൻ നേച്ചർ ഓഫ് ആറ്റിറ്റ്യൂഡിൽ 3 എലമെന്റ്സ് വന്നു. Then characteristics of attitude, attitude and belief. Theories of attitude organization, Taylor balance theory, then Cat's functional theory, Kalman's process theory, then stereotype. It's a set of beliefs to categorize people, the characteristics of stereotype, then how we are developing or maintaining the stereotypes, stereotype and social life, difference between stereotype and prejudice. Next unit, formation of attitude and attitude change. So attitude എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Attitude is a hypothetical construct in that it can only be inferred through the behavior of the individual, and attitudes are acquired. നേരത്തെ പറഞ്ഞതെല്ലാം നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതാണ്. ഒന്നും ഇൻബോൺ ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നില്ല. And they develop out of the influence of many factors. Now, factors of attitude formation. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ തിയറീസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓർഗനൈസേഷൻ ആണ്. ഇതിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, ഹൗ വി ഫോം ആറ്റിറ്റ്യൂഡ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് നീഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ എ പേഴ്സൺ മേ ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിലീജിയൻ if it gives them comfort, meaning or community. Then അതാണ് ഫസ്റ്റ്. Then comes a social learning. Social learningൽ നിങ്ങൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങോ ഓപ്പറൻ കണ്ടീഷനിങ്ങോ പഠിച്ചതാണോ? എൻ്റെ ക്ലാസ്സസ് എടുത്തതാണോ? ക്ലാസ് MPC 2 പറഞ്ഞായിരുന്നു സാർ, ജയചന്ദ്രൻ സാർ പറഞ്ഞായിരുന്നു. MPC 2 മാത്രമല്ലേ വരണുള്ളൂ? MPC 1 ഉണ്ടോ? ഇല്ല, MPC 3 തുടങ്ങിയിട്ടില്ല. MPC 2 പറഞ്ഞപ്പോൾ സാർ അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞായിരുന്നു. ഓക്കെ. സോ സോഷ്യൽ ലേണിംഗിൽ 3 എണ്ണമാണ് വരുന്നത്. വൺ ഇസ് ക്ലാസിക്കൽ കണ്ടീഷൻ, സെക്കൻഡ് വൺ ഇസ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷൻ, തേർഡ് വൺ ഇസ് ഒബ്സർവേഷണൽ ലേണിംഗ്. സോ വാട്ട് ഇസ് ക്ലാസിക്കൽ കണ്ടീഷൻ? ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരു അൺകണ്ടീഷൻ സ്റ്റിമുലസ്, അൺകണ്ടീഷൻ റെസ്പോൺസ്, കണ്ടീഷൻ സ്റ്റിമുലസ്, കണ്ടീഷൻ റെസ്പോൺസ്. ഇത് പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ? അസോസിയേറ്റീവ് ലേണിംഗ്. അപ്പൊ അതനുസരിച്ച് അതുപോലെ തന്നെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ്സും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ.
ഫസ്റ്റ് വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിൽ ആദ്യം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിരിക്കും. അപ്പൊ ആ ന്യൂട്രൽ ആയിട്ടുള്ള എലമെന്റിനോട് നമ്മൾ എന്താണ് അസോസിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ആദ്യത്തിന്റെ അതേ പ്രോപ്പർട്ടി നമുക്ക് ഇതിനും വരികയാണ്. ഓക്കെ, അതാണ് ക്ലാസിക്കൽ കണ്ടീഷൻ. നിങ്ങൾക്ക് ക്ലാസ്സസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. So a neutral stimulus comes to elicit an unconditional response when repeatedly paired with an unconditional stimulus. So ഇതിനകത്ത് എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ടീച്ചർ സ്കോൾസ് യു, ടീച്ചർ എന്നെ സ്കോൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് ഇമോഷൻ അല്ലേ. അപ്പൊ ഇവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് പറഞ്ഞാൽ മാത്സ് ആണ്. അപ്പൊ മാത്സ് എന്ന സബ്ജക്റ്റോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വികാരമില്ല. എനിക്ക് അതിനകത്ത് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും ഇല്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് സബ്ജക്ട് മാത്തമാറ്റിക്സ്. അപ്പൊ പക്ഷെ ആ ടീച്ചർ എന്നെ വഴക്ക് പറയുന്ന ഒരു ടീച്ചറാണ്. ഓക്കെ, അപ്പൊ ഈ ടീച്ചർ വഴക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീച്ചർ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ വഴക്ക് പറയുന്നത്. സോ ഇത് റിപ്പീറ്റഡ് പെയറിങ് എന്താണ്? ടീച്ചറിനോട് എനിക്ക് നെഗറ്റീവ് ഇമോഷൻ ഉണ്ട്, ടീച്ചർ സ്കോർ ചെയ്യുന്നുണ്ട്. ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്സ് ആണ്. സോ റിപ്പീറ്റഡ് പെയറിങ് എന്താണ്? അപ്പോൾ ടീച്ചർ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, അതിനോട് എനിക്ക് ഒരു അൺകണ്ടീഷണൽ റെസ്പോൺസ് ഓൾറെഡി ഉണ്ട്. ഇതേ റെസ്പോൺസ് എനിക്ക് മാത്സ് സബ്ജക്റ്റിനോട് വരികയാണ്. So repeated pairing, math class always it was scolding by the same teacher, and it result in the you develop a negative attitude towards maths subject. So ടീച്ചറിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ മാത്സ് സബ്ജക്റ്റോട് ഇഷ്ടമില്ലാണ്ടായത്. മാത്സ് എനിക്ക് ആദ്യം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ക്ലിയർ ആയോ? Yes, ma'am. Yeah. Yes, ma'am. So that is classical conditioning. Okay. അപ്പം ഇപ്പൊ ഫർദർ എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കണ്ട. നെക്സ്റ്റ് ഈസ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷൻ. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ദാറ്റ് അറ്റാച്ച് വിത്ത് ദിസ്. അതായത് ഇപ്പോൾ ഒരു ആനിമൽ വെൽഫെയർ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ പെർട്ടിക്കുലർ ബിഹേവിയർ വീണ്ടും തുടരും. പക്ഷെ ആനിമൽ വെൽഫെയർ കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണം അതായത് പറ്റില്ല, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ എൻ്റെ കുറഞ്ഞു വരും. അല്ലെങ്കിൽ അതിനോടുള്ള എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ന്യൂട്രൽ ആവും, പിന്നെ അതിനോട് നെഗറ്റീവ് ആവും. ഓക്കെ, സോ എന്തോ നമ്മുടെ റിവാർഡ്സും പണിഷ്മെന്റും ബേസ് ചെയ്തിട്ടാണ് ആറ്റിറ്റ്യൂഡ്സ് വരിക എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആണ് ഞാനൊരു കരിയറായിട്ട് വിചാരിച്ചത്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കി, അയ്യേ ഫാഷൻ ഡിസൈനിങ് ഒന്നും വേറെ ഒന്നും കണ്ടില്ല പഠിക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പോലും അറിയാണ്ട് എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോട് താല്പര്യക്കുറവ് വരികയാണ്. ഓക്കെ, ബിക്കോസ് എനിക്കിഷ്ടമുള്ള ഫ്രണ്ട്സ് എല്ലാവരും എന്നെ മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിനോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ എന്തും ഒരു ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയുമ്പോൾ ദി ചിൽഡ്രൻ ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ്സ് മെയിൻറ്റെയിൻ ബൈ ദർ പാരന്റ്സ് സിംപ്ലി ബിക്കോസ് ഹോൾഡിംഗ് സച്ച് ആറ്റിറ്റ്യൂഡ്സ് ഈസ് റിവാർഡ്. എന്തും റിവാർഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദ ലൈക്ലിഹുഡ്. സോ ദാറ്റ് ഈസ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. മാം, അത് ഓപ്പറാൻഡ് കണ്ടീഷനിങ് തന്നെയാണോ? ഇൻസ്ട്രുമെന്റൽ സെയിം ഇൻസ്ട്രുമെന്റൽ കണ്ടീഷൻ ഓർ ഓപ്പറേറ്റ് കണ്ടീഷൻ രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് കംസ് ഒബ്സർവേഷൻ ലേണിംഗ്. ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാം. നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ് ഒബ്സർവേഷൻ ലേണിംഗ്. സോ ലേൺ ബൈ വാച്ചിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ് ആൻഡ് ഔട്ട്കം ഓഫ് സച്ച് ആക്ടിവിറ്റീസ്. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇപ്പം ഞാൻ ആരെയാണോ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവർക്ക് ആ ഒരു ബിഹേവിയർ ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവായിട്ട് എലമെന്റ് വന്നിട്ടുണ്ടാവും. അത് കണ്ടിട്ടാണ് എനിക്കും അതേ ബിഹേവിയർ തന്നെ ചെയ്യുന്നത്. സോ ഔട്ട്കം കൂടി നോക്കിയിട്ടാണ് ഈ ഒബ്സർവേഷൻ ലേണിംഗ് സംഭവിക്കുന്നത്. സോ ചിൽഡ്രൻ ഗ്രോയിങ് ഓഫൺ watch parents and significant others in the family and society doing things which they follow without questioning the wisdom or logic behind these activities. So a child sees their parents mocking people of another religion. Okay, the child adopts a similar negative attitude even without personal experience. അപ്പൊ എന്താ എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്കറിയില്ല, വീട്ടിൽ അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അവര് ഈ പെർട്ടിക്കുലർ റിലീജിയനിലെ ആൾക്കാർ വരുമ്പോൾ കളിയാക്കും, അവർ പോയി കഴിയുമ്പോൾ ഓരോ കമന്റ്സ് ഒക്കെ പറയും. അപ്പൊ അങ്ങനെ അത് കേട്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കാം. സോ അങ്ങനെ കേട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവ് ആക്ഷൻ ഡെവലപ്പ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ഒബ്സർവേഷൻ ലേണിംഗ്. ദാറ്റ് ഇസ് ത്രൂ ഒബ്സർവേഷൻ ലേണിംഗ്. ദെൻ നെക്സ്റ്റ് കംസ് ഗ്രൂപ്പ് അഫിലിയേഷൻ. ഗ്രൂപ്പ് അഫിലിയേഷൻ പറയുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന്റെ വാല്യൂസ് അല്ലെങ്കിൽ നോംസ് ഓർ ഒപ്പീനിയൻസ് ഓർ ബിലീഫ്സ് ഇത് നമ്മളും അങ്ങ് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഗ്രൂപ്പ് അഫിലിയേഷൻ. ആ ഗ്രൂപ്പിന്റെ ഇഷ്ടം
നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. An individual adopts the values, norms, opinions, beliefs, and way of behavior in order to become an acceptable member of that particular group. So, joining a yoga group. അപ്പോൾ യോഗ ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് ഹെൽത്ത് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് ഹെൽത്ത് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ എനിക്ക് ആ യോഗ ഗ്രൂപ്പിലുള്ള ബാക്കി മെമ്പേഴ്സിന്റെ ഒരു അഫിലിയേഷൻ എനിക്ക് റിസീവ് ചെയ്യാനും പറ്റാണ്. Then comes the cultural factors. Cultural factors എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാരേജ് പ്രപ്പോസൽ ബിറ്റ്വീൻ ദ ഫസ്റ്റ് കസിൻസ് ഈസ് വ്യൂഡ് ഫേവറബിളി ഇൻ മുസ്ലിം കൾച്ചർ. മുസ്ലിം കൾച്ചറിൽ അത് ഫേവറബിൾ ആണ്. while in Hindu culture it is viewed with disrespect. അപ്പോൾ ഓരോ കൾച്ചർ അനുസരിച്ചിട്ടും അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡിഫറെന്റ് വരും. സോ കൾച്ചർ വാല്യൂസ് എൽഡേഴ്സ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കൾച്ചർ അവർ എൽഡേഴ്സിനെ വാല്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ റെസ്പെക്റ്റബിൾ ആറ്റിറ്റ്യൂഡ് എനിക്കും ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഇസ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ദെൻ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ലോ IQ അല്ലെങ്കിൽ ലോ ലിറ്ററസി ഉള്ള ആളുകൾ അവരെ നോക്കി കഴിഞ്ഞാൽ അവർ പൊതുവെ കൺസർവേറ്റീവ് ആയിരിക്കും, സസ്പീഷ്യസ് ആൻഡ് ഹോസ്റ്റൈൽ ആയിരിക്കും. അതുപോലെ they will be having a tendency to attribute their faults to others. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പൊതുവെ പേഴ്സണാലിറ്റി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്നത്. So attitudes which are in consonance with personality traits are acquired easily, and the persons with highly organized attitudinal system accept the merits and demerits of their personality as a matter of conscience. So some other studies found that people with a low IQ and literacy level are usually conservative. അപ്പോൾ അവർക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് ഉണ്ടാവും. ബിക്കോസ് അവർ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യാം. So a person high in openness may develop a positive attitude towards diversity and change. Now, പിന്നെ അതുപോലെ സ്റ്റീരിയോടൈപ്സ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വരുന്നതിനനുസരിച്ച് ഇരിക്കും. അതായത് നമ്മുടെ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൺസേൺ വിത്ത് ബിലീഫ്. അപ്പോൾ ആ ബിലീഫ് അനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. സോ ഇപ്പോൾ യങ് പീപ്പിൾ ആർ ലേസി എന്നാണ് നമ്മുടെ ഒരു ബിലീഫ് എങ്കിൽ they may develop a negative attitude towards the youth without knowing any. Okay. Then കിട്ടുന്ന ഇൻഫർമേഷൻസ് അതനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. സോ ലേണിംഗ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ സ്കൂൾ, അപ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. They lead a student to support environmental policies. The information given to the individual also plays important role in the formation of attitudes. So radio and television പണ്ടത്തെ കാലത്ത് പറയുകയാണെങ്കിൽ play important role in shaping the opinions, views, and attitudes about many of the issues of public concern. Next comes the attitude change. The attitude formation needs reasons ആണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമുക്ക് രണ്ട് രീതിയിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരാം. വൺ ഇസ് കോൺക്രുവൻറ്റ് ചേഞ്ച് ആൻഡ് അതർ വൺ ഇസ് ഇൻകോൺക്രുവൻറ്റ് ചേഞ്ച്. ഒറിജിനൽ ആറ്റിറ്റ്യൂഡിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വന്നതെങ്കിൽ, ആ ഡയറക്ഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോൺക്രുവൻറ്റ് ചേഞ്ച് ആണ്. ഒറിജിനൽ ആറ്റിറ്റ്യൂഡിനോട് ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻകോൺക്രുവൻറ്റ് ചേഞ്ച്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്നവരാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾസ് ഒക്കെ ചെയ്യുന്നു. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പായി പോകുന്നത്. Now, so congruent change and incongruent change. ഇതിനകത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ആളായിട്ട് നിൽക്കുന്ന ഞാൻ, അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ഒരു കോളേജിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പോൾ കോളേജിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ആ കോളേജിന്റെ എൻവയോൺമെന്റ് വളരെയധികം ഒരു ലിബറൽ ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ആണ്. ഓക്കെ, ഈ കൺസർവേറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഞാൻ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ആ കുട്ടി നേരെ ഓപ്പോസിറ്റ് ആവുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും ബൈ ദ ലാസ്റ്റ് ഇയർ ഓഫ് കോളേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസർവേറ്റിസം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് ലിബറലിസം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. മനസ്സിലായോ? സോ അതിനെയാണ് നമ്മൾ ഇൻകോൺക്രുവൻറ്റ് ചേഞ്ച് എന്ന് പറയാം. ഇൻകോൺക്രുവൻറ്റ് ചേഞ്ച് എന്ന് പറയാം. ദെൻ കോൺക്രുവൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം രീതിയിൽ, അതായത് ഓൾറെഡി സ്പോർട്സ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതിനോട് സപ്പോർട്ട് ചെയ്തൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആവും ഞാൻ. മനസ്സിലായോ? അതേസമയം ഇൻകോൺക്രുവൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം AI-നോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തിനാ മനുഷ്യർക്ക് ക്ലിയർ ആയിട്ടുള്ള അവരുടെ ഇന്റലിജൻസ് തന്നെയാണ് ബെറ്റർ എന്ന് പറയാം. പക്ഷെ പിന്നെ ഞാൻ ഈ ChatGPT മെറ്റാ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേശ്ശെ AI-നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു ഇൻകോൺഗ്രന്റ് ചേഞ്ച് ആണ്. ആദ്യം ഒപ്പോസ് ചെയ്തു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺഗ്രന്റ് ആൻഡ് ഇൻകോൺഗ്രന്റ് ചേഞ്ച്? നമ്മൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ ഇൻകോൺഗ്രന്റ് ചേഞ്ചില് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പക്ഷെ നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ബിലീഫ് ഉണ്ടാവില്ലേ, അതിലേക്ക് നമ്മൾ പിന്നീട് പോവില്ലേ ആ എൻവയോൺമെന്റ് മാറുമ്പോൾ? അതാണ് പറയുന്നത്. ഇപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പെർമനന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആദ്യമേ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ എടുത്തപ്പോൾ ആറ്റിറ്റ്യൂഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇറ്റ് ഇസ് റിലേറ്റീവ്ലി പെർമനന്റ് എന്നാണ് പറഞ്ഞത്. ബിലീഫിന്റെ അത്രയും സ്ട്രോങ് അല്ല ആറ്റിറ്റ്യൂഡ് എന്നും പറഞ്ഞു. മനസ്സിലായോ? ഓക്കെ മാം. ഓക്കെ. Now, what are the factors that affect the attitude change? ഒന്ന്, റെഫറൻസ് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ആ ഒരു കോളേജ് ലിബറൽ ആയിട്ടുള്ള കോളേജ് ആകുമ്പോൾ അത് എന്റെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാം. The environment of a college promoted liberalism. In the last year of college, it was found that girls had shifted from conservatism to liberalism. Then അടുത്തത് ഗ്രൂപ്പ് അഫിലിയേഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നു. അതും ഇപ്പം എ കോർപ്പറേറ്റ് എംപ്ലോയി ഹി ഹാസ് ജോയിൻഡ് ഇൻ ആൻ NGO വിച്ച് ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് ഫോക്കസ് ചെയ്യുന്ന ഒരു NGO-യിലേക്ക് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ they begin developing more liberal attitudes on economic and social human rights issues. Okay, അപ്പൊ ആ ഒരു NGO-യിൽ ചെന്ന് കഴിയുമ്പം അവിടെയുള്ള വായന, അവിടെ കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഇതെല്ലാം അവിടെയുള്ള വരുന്ന ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസും പോസിബിലിറ്റീസും എല്ലാം വെച്ചിട്ട് ഒരു എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. Now, additional information. So, change in attitude is also brought about by information received from radio, television, either social media, mass media, and newspaper. Then comes of persuasive communication. Persuasive communication എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രേരിപ്പിക്കുന്നത്, നമ്മളൊരു പെർട്ടിക്കുലറിലേക്ക് നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് പെർsuasion. പെർsuasionന്റെ മലയാളം വേർഡ് എന്താണ്? കണ്ടിന്യൂസ് ആണോ? സ്വാധീനിക്കലെ പ്രേരിപ്പിക്കുക, ഫോഴ്സ് ചെയ്യുന്നത്. പക്ഷെ ആ ഫോഴ്സിങ് ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യില്ല, പക്ഷെ മേ ബി അതൊരു ഇന്റേണൽ ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത്. സോ ദാറ്റ് ഇസ് പെർsuasion. ഓക്കെ, ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻകറേജ്മെന്റ് എന്ന് പറയാം. പോസിറ്റീവ് സെൻസിൽ പറയുമ്പോൾ ഒരു മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാന്ന് പറയാം. ഓക്കെ, പെർsuasionൽ നമ്മൾ 4 കാര്യങ്ങളാണ് വരുന്നത്. Source of communication, characteristics and content of communication, channel of communication, and the characteristics of the audience. So first one is source of communication. എവിടെ നിന്നാണ് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത്? എനിക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? So that is source of communication. എവിടെ നിന്നാണ് വെച്ചാൽ ആരിൽ നിന്നാണെന്നുള്ളതാണ്. So credibility of the communicator, whether that person is trustworthy or an expert in that particular field. So climate change is real എന്ന് പറയാണ്. It sounds more convincing from a climatologist. അല്ലേ? The attractiveness of the communicator. അവരൊരു ഫിസിക്കൽ ബ്യൂട്ടി ആവാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹീറോയിൻ, advocating the use of a particular shampoo and similarity. Then black students. The study message from black communicator was more effective than message from a white communicator. അപ്പോൾ ഒരു അട്രാക്റ്റീവ്നെസ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ അതാണ്. അപ്പോൾ ക്രെഡിബിലിറ്റിയും അട്രാക്റ്റീവ്നെസ്സും ആണ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ. Then comes the content or characteristics of the communication. അപ്പോൾ അവിടെ ഒരു ഫിയർ അറൗസിങ് ആയിട്ടുള്ളൊരു അപ്പീൽ ഉണ്ടെങ്കിൽ, ഓക്കെ, അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം സിഗരറ്റ് വാർണിങ്ങിനകത്ത് ഒരു ഫിയർ അറൗസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്ത് വരുന്നത്, പെർസ്വേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിഗരറ്റ് സ്മോക്കിങ്ങിനകത്ത് അപ്പം ആ പാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് അവിടെ ഉണ്ടാവും അതിന്റെ വാർണിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ അതൊരു ഫിയർ അറൗസിങ് ആയിട്ടുള്ള ഒരു അപ്പീലാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചില ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ പക്ഷെ അതിനകത്ത് ഇത്തിരി കുറവുണ്ട് തോന്നുന്നു. ഇത് 10 പേർക്ക് അയച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളെക്കാത്തൊരു ഭാഗ്യമായിരിക്കണോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ആപത്ത് സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പെർസുവേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. കിട്ടാറില്ല അങ്ങനത്തെ മെസ്സേജസ്. ഇപ്പൊ വളരെ കുറവാണ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ.
So that is fear arousing appeal. The next is organization of the communication. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വളരെ ഓർഗനൈസ്ഡ് ആൻഡ് പ്രസന്റ് ആയിട്ടാണ് അത് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. സോ ദ കണ്ടന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു മിസ്ഹാപ്റ്റ് ആയിട്ടാണ് ആ ഇൻഫർമേഷൻ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ തലയിൽ കൂടെ അത് കൃത്യമായിട്ട് കയറുന്നതില്ല. ബിക്കോസ് അതൊരു പെരിഫറൽ റൂട്ടിലേക്ക് ആയിരിക്കും കയറാം. പക്ഷെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നേരെ സെൻട്രൽ റൂട്ട് വഴി നമ്മളൊരു പെർമനന്റ് ലെവലിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. ദെൻ എപ്പോഴും ഇൻഫർമേഷൻസ് വരുമ്പോൾ അതിനകത്തൊരു 2 സൈഡ് കമ്മ്യൂണിക്കേഷൻ വരണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ പ്രോൺസും കോൺസും രണ്ടും വന്നിട്ട് പ്രോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് കൂടുതലായിരിക്കും ദാൻ അതിൻ്റെ ഒരു നല്ല വശങ്ങൾ മാത്രം കണ്ടുപിടിച്ച് പറയുന്നേക്കാരം. So one-sided communication was more effective with soldiers. ഒരു സ്റ്റഡിയിൽ പറയുന്നതനുസരിച്ച് one-sided communication was more effective with soldiers who were only high school pass, and two-sided communication was more effective with the graduate soldiers. Then comes the channel of communication. എവിടെ നിന്നാണ് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം ഇപ്പോഴത്തെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ മെസ്സേജ് മേ ബി മോർ ഇമ്പാക്ട്ഫുൾ ഇൻ എ വൈറൽ വീഡിയോ ദാൻ ഇൻ എ ന്യൂസ് പേപ്പർ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നമ്മൾ പറയുകയാണ്. സോ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓഡിയൻസ്. ഓഡിയൻസിന്റെ ഏജ്, അവരുടെ സെൽഫ് എസ്റ്റീം, അവരുടെ ഇന്റലിജൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെർസുവേഷനെ സംബന്ധിച്ചോളം. ഇപ്പോൾ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറയുമ്പോൾ ക്രെഡിബിലിറ്റി, ട്രസ്റ്റ് ആൻഡ് അട്രാക്റ്റീവ്നെസ്. എക്സ്പേർട്ട് ആണോ അത് ഇൻഫ്ലുവൻസർ ആണോ എന്നുള്ളത്. ദെൻ കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Clarity, emotional appeal, one versus two side. So fear in anti-drug acts. Then channel of communication, personal versus mass media versus social media. Face-to-face talk versus social post. Then audience characteristics are the age, intelligence, self-esteem, and involvement. So teens respond better to peer influences. Then comes the enforced contact. അതായത് നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ അവരുമായിട്ടുള്ളൊരു എക്സ്പോഷർ നമുക്ക് വന്നാൽ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഒരു റൂം ഷെയറിംഗിന്റെ ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ത്രൂ റിപ്പീറ്റഡ് എക്സ്പോഷർ. അവരെ കുറിച്ചുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പോസിബിൾ ആയിരിക്കും. സോ ദാറ്റ് ഇസ് എൻഫോഴ്സ്ഡ് കോൺടാക്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ ആറ്റിറ്റ്യൂഡ്, factors of attitude formation, need satisfaction, the social learning, group affiliation, cultural factors, and the personal factors, and stereotypes and given information. Then attitude change, 2 types, congruent change and incongruent change. Then factors that affect the attitude change, changing reference group, changing group affiliation, additional information, persuasive communication, which includes source, characteristics and content, channel, and the characteristics of the audience. Then enforced contact. ചെറിയൊരു യൂണിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ? സ്ക്രീൻ കാണാമോ? Yes, ma'am. Next unit, unit 11, prejudice and discrimination.
പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മുൻവിധിയാണെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു മുൻവിധിക്ക് അനുസരിച്ചുള്ള ഒരു വിവേചനം ചെയ്യലാണ്. So definition of prejudice. Prejudice is an attitude that predisposes a person to think, perceive, feel, and act in favorable and unfavorable ways towards a group or its individual members. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കണം. Prejudice is generally a negative attitude towards the members of some social, ethnic, or religious. പൊതുവെ നമ്മൾ പറയുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും prejudice എന്ന് പറയുമ്പോൾ. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ഒരു കോഗ്നിറ്റീവ് ആസ്പെക്ട് പറയാണ്. ദേ ആർ ഓൾ അഗ്രസീവ്. അതാണ് ഒരു സ്റ്റീരിയോടൈപ്പ്, എൻ്റെ ഒരു ബിലീഫ്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റീവ് കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഐ ഫീൽ അൺകംഫർട്ടബിൾ അറൗണ്ട് ദം. ആരും ആയിക്കോട്ടെ, എനിക്ക് അവരോട് അങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് വരുന്നത്. സോ അവിടെ ഒരു എൻ്റെ ഒരു മുൻവിധിയാണ് അവിടെ വരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ബിഹേവിയറൽ കമ്പോണൻ്റ് ആണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സോ ഐ അവോയ്ഡ് ടോക്കിംഗ് ടു ദം ഓർ ഹയറിംഗ് ദം. So prejudice എന്ന് പറയുമ്പോൾ it is an emotional part of a broader attitude towards a group. Clear? Now, characteristics of prejudice. നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എല്ലാ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ബിലീഫും ഇതെല്ലാം അക്വയർഡ് ആണ്. സോ prejudice is acquired. Like attitude, prejudice is acquired through the process of learning and socialization. So when born, a child is like a blank slate, tabula rasa എന്ന് പറയാം, and is free of any kind of prejudice. ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ അവരുടെ എക്സ്പീരിയൻസിലൂടെ അവർ കണ്ട് മനസ്സിലാക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ കിട്ടുന്ന അറിവിലൂടെയാണ് ഇത്തരത്തിലുള്ള prejudice അവർ ഡെവലപ്പ് ചെയ്യുന്നത്. So it is only when the process of socialization begins that he starts imitating his parents and their likes and dislikes. So norms, values, customs, and traditions of the society of which he is member make him prejudiced towards members of other group. And acquisition of prejudice it is facilitated by classical conditioning. അതായത് ആദ്യം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഹേറ്റഡോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ത്രൂ ക്ലാസിക്കൽ കണ്ടീഷൻ ഓർ ഇൻസ്ട്രുമെന്റൽ ഓർ ഒബ്സർവേഷൻ ലേണിംഗ്. The child learns to hate Pakistanis only because he sees significant others in the society, including his parents or our elders, hating the Pakistanis. അപ്പൊ ആദ്യമേ കുട്ടിക്ക് പാകിസ്ഥാനി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു വേർഡ് മാത്രമാണ് പാകിസ്ഥാനി. ആ വാക്ക് ഒരു രാജ്യത്ത് ജീവിക്കുന്നവർ എന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് അവര് ഈ പറഞ്ഞ പാകിസ്ഥാനീസിനെ ഹേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സോ ദാറ്റ് ഇസ് അക്വിസിഷൻ ഓഫ് പ്രെജുഡിസ്. ആൻഡ് പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ഇമോഷണൽ ഓവർ ടോൺസ് ആയിരിക്കും, ടു മച്ച് ഇമോഷൻസ് ആയിരിക്കും, either positive or negative. And prejudice is irrational. Okay. So prejudice does not tend itself to reason, wisdom, and relevance. And prejudice is functional. നമ്മൾ നേരത്തെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിസയർ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും prejudice വർക്ക് ചെയ്യുക. സോ prejudice helps the individual justify his hostilities, repress desires, and strengthen the feelings of self-esteem and prestige. So upper caste, they exploit the deserved lower caste earlier. So അവിടെ നമ്മൾ പറയുന്നത് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ലോവർ കാസ്റ്റ് ആയി ജനിച്ചതുകൊണ്ട് they deserve this exploitation എന്നാണ്. So prejudice is functional and the prejudice has no connection with the reality. So it can't stand test of logic and reasoning. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കൃത്യമായ ഉത്തരം അതിനകത്തില്ല. So it is primarily based on the hearsay, incomplete and wrong information, customs and traditions of the society. Characteristics of prejudice in there. So prejudice is learned and it is negative. It is a group based. All Muslims are terrorists. When they're group based, prejudice and it is resistant to change. And it is an emotional. And it is an emotional.
aspect. It's rooted in strong feelings. Upon fear or anger towards a group, it's rooted in strong feelings. And it leads to discrimination. Our prejudice discrimination converts into biased actions. For example, denying jobs based on the task. And it can be institutionalized. Like ഇപ്പോൾ ഒരു സ്കൂൾ പോളിസി ഉണ്ട്, അവർ ട്രൈബൽ നീഡ്സ് അവർ ഇഗ്നോർ ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ചില സ്കൂൾസ് ഉണ്ട്, ഇപ്പോഴും സ്കൂൾസ് ഉണ്ട്, അതായത് ഇപ്പം ഒരു റിലീജിയൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ റിലീജിയനിലുള്ള ആളുകളെ അവർ അത്രയും പ്രൊമോട്ട് ചെയ്യില്ല അഡ്മിഷൻ്റെ സമയത്തൊക്കെ. സോ ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇംപ്ലിസിറ്റ് ഓർ എക്സ്പ്ലിസിറ്റ്. ചിലത് വളരെ ഇംപ്ലിസിറ്റ് ആയിട്ടായിരിക്കും, അതായത് വളരെ ഹിഡൻ ആയിട്ടായിരിക്കും കാണും. ചിലത് വളരെ ഓർമ്മയ്ക്ക് നമുക്ക് കാണാൻ പറ്റും, എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി കോൺഷ്യസ് ഓർ ഹിഡൻ ആൻഡ് ബയസ്ഡ് വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്. നമ്മൾ പോലും അറിയില്ല അത് നമ്മളതിൻ്റെ ഒരു പാർട്ടാണെന്നുള്ളത്. So that is implicit. So these are the characteristics of prejudice. Then some of the types of prejudice. Racial prejudice is exams in types of prejudice. Okay? Racial prejudice between Negroes and whites. Then sex prejudice, male and female. Then caste prejudice, each caste specific characteristics and prejudice develop here. Then language prejudice. In fact, organization of states in India has been on linguistic basis. Religious prejudice. In religious prejudice, individuals hold positive attitude towards his own religion and unfavorable attitude towards other religion. And other prejudice in political and communal prejudice. These are the types of prejudice. Then about discrimination. Discrimination is so that is discrimination. It's a differential treatment of individuals belonging to a particular social group or community or religion. അപ്പം ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രെജുഡിസിന്റെ ഒരു ബിഹേവിയറൽ എക്സ്പ്രഷൻ ആണ് ഡിസ്ക്രിമിനേഷൻ. എക്സ്ചേഞ്ച് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിവാർഡ് കോസ്റ്റ് ഔട്ട്കംസ് ഓഫ് ടു സെപ്പറേറ്റ്ലി ബോണ്ടഡ് ഗ്രൂപ്പ്സ് ആർ പെർസീവ്ഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് സോ ദാറ്റ് ഈച്ച് ഗ്രൂപ്പ് ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് ഗെയിൻസ് ഓൺലി അറ്റ് ദ കോസ്റ്റ് ഓഫ് അതർ. അതായത് മറ്റേയാൾക്ക് ഇല്ലാണ്ടായാൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ മറ്റേയാളിൽ വെച്ചിട്ടാണ് നമുക്കിവിടെ എന്തെങ്കിലും നേടാൻ സാധിക്കത്തുള്ളൂ. It gains only at the cost of others. So members of each group try to protect or increase their outcomes. So majority minority treating, okay. Then minority groups, the use of comparison levels relative to majority groups. So depends upon the past experience, the outcomes available in the alternative relations and structural and cultural factors. Sometimes the discrimination occurs without the accompanying feelings of prejudice. ചിലപ്പോൾ പ്രത്യേകിച്ച് prejudice മുൻവിധികൾ ഇല്ലാതെ തന്നെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ കാണാൻ സാധിക്കും. Then how these prejudice and discrimination develop and maintain. നമ്മൾ നേരത്തെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് സ്റ്റേറ്റസ് ആൻഡ് പവർ സ്ട്രക്ചർ. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്ലേവ്സ് ആണെന്നുണ്ടെങ്കിൽ അവര് they act upon orders from their masters and not given an opportunity to demonstrate initiative or responsibility. ആദ്യം അവരെന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ അതിനെ തളർത്തും. അപ്പൊ അതനുസരിച്ചാണ് അവിടെ വർക്ക് ചെയ്യുക. സോ സ്റ്റാറ്റസ് ആൻഡ് പവർ സ്ട്രക്ചർ. ദെൻ ഹിസ്റ്ററിക്കൽ ഫാക്ട്സ്, പണ്ട് മുതലേ ഉള്ള കാലപ്പഴക്കം ചെന്ന ഫാക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ വിമൻ ആണ്, അവർ വീക്കാണ് ആൻഡ് ദേ ഷുഡ് ബെയർ. ഫോർ എക്സാമ്പിൾ പറയുന്നത് ട്രക്ക് ഡ്രൈവിംഗ്. അപ്പൊ അവര് അത് കൂടുതലും മെന്നാണ് അത് ചെയ്യുക, മെന്നിനാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഏർലിയസ്റ്റ് നമ്മൾ ജ്യൂസ് എന്ന് പറയുന്നത് അവർ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. ലേറ്റർ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് നമ്മൾ വെച്ചു. സോ ഇതെല്ലാം ഹിസ്റ്ററിക്കൽ ആസ്പെക്ട്സ് ആണ്. അപ്പൊ ഈ ആസ്പെക്ട്സിന് ഫാക്ട്സ് അനുസരിച്ചിട്ട് ഇപ്പോഴും നമ്മൾ അവരെ ആ രീതിയിൽ കാണുക എന്നുള്ളതാണ്. ദെൻ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. അപ്പൊ അതിൽ സോഷ്യൽ ആണ്. ഇപ്പം എ ചൈൽഡ് ഹിയേഴ്സ് ഫാമിലി മെമ്പേഴ്സ് മേക്കിംഗ് കാസ്റ്റസ് comments and adopts the same ways. ഇതേ സെയിം വേയിൽ അവരും ആ prejudice ഡെവലപ്പ് ചെയ്യും. Then job competition. നോർത്ത് ഇന്ത്യൻസ് അവര് നമ്മുടെ നാട്ടിലെ ആളുകളെക്കാൾ കുറച്ചുകൂടി ഹാർഡ് വർക്കേഴ്സ് ആണ് ആദ്യം നമ്മൾ വിചാരിച്ചു. അപ്പൊ അതനുസരിച്ച് നമ്മൾ അവരെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ റീപ്ലേസിങ് ദം ഇൻ ദെയർ ഹോം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിളിക്കാതെ നമ്മൾ അവരെ കൊണ്ടുവന്ന ഇപ്പൊ എന്താണ്, ഇപ്പൊ അവരോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാം. prejudice against them. വർക്കേഴ്സിന്റെ ഇടയിൽ അവര് ആണ് നമ്മൾക്ക് പാര വെക്കുന്ന ആൾക്കാർ എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തി. അപ്പൊ അവിടെ എന്താ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് അവന്യൂസിന്റെ ഒരു സ്കാസിറ്റി അവിടെ വരികയാണ്. ജോബ് കോമ്പറ്റീഷൻ അവിടെ വന്നു ആൻഡ് അബണ്ടൻസ് ഓഫ് ആപ്ലിക്കൻസ്. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്.
Now, conformity to norms. അപ്പം ഇൻ എ കമ്മ്യൂണിറ്റി വേർ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇസ് നോർമലൈസ്. അപ്പോൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വളരെ നോർമലായിട്ട് എല്ലാവർക്കും അത് അറിയുന്നൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ. സോ ഇൻഡിവിജ്വൽസ് മേ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് ആൻഡ് വാട്ടർ ഓർ വാട്ടർ വിത്ത് സമ്മൺ വിത്ത് എ ലോവർ കാസ്റ്റ്, നോട്ട് ബിക്കോസ് ഓഫ് ദ പേഴ്സണൽ ഹേറ്റഡ് ഒന്നുമല്ല, പക്ഷെ അതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആണ്. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ അതിനകത്തും ചായ എല്ലാവർക്കും ചായ കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ സെർവൻ്റ് ഉണ്ട്. അപ്പോൾ സെർവൻ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ വേറെ ഗ്ലാസ് എടുത്തിട്ടാണ് സെർവൻ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് പൊതുവെ അങ്ങനെയല്ലേ എന്നുള്ളൊരു ധാരണയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിസ്ക്രിമിനേഷൻ നോർമലൈസ് ചെയ്യുമ്പോൾ അതിനോട് നമ്മളൊരു ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് കൺഫോമിറ്റി ടു നോർംസ്. ദെൻ ഇൻട്രാക്ഷൻ പാറ്റേൺ. Interaction pattern in workplace where minority employees are only given low status roles. Minority employees ഒരു low status roles ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ഉള്ളിലൊരു assumption ആണ് that they are less competent. നമ്മുടെ ഒരു മുൻവിധിയാണ് they are less competent and reinforcing biased expectations and limiting advancement. അവരിൽ പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ അത്രക്ക് മതി എന്നുള്ളൊരു ധാരണയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരോടുള്ള ഇൻട്രാക്ഷൻ പാറ്റേണും എല്ലാം അതനുസരിച്ചാണ് പോകുന്നത്. ദെൻ സൈക്കോഡൈനമിക് ഫാക്ടേഴ്സ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ കാരണമല്ലേ ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ ബ്ലെയിം ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒരു അഗ്രഷൻ ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ബിക്കോസ് നമ്മളൊരു ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്യുമ്പോൾ വി ഫീൽ ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ദാറ്റ് ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു എ ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. അപ്പോൾ നിങ്ങൾ കാരണമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഒരു സ്കേപ്പ് ഗോട്ട് ആക്കുന്ന രീതി. സോ ഡ്യൂറിങ് എക്കണോമിക് ക്രൈസിസ് ഇമിഗ്രൻസ് ഓർ മൈനോറിറ്റീസ് ആർ ബ്ലെയിംഡ് ഫോർ സ്റ്റീലിംഗ് ജോബ്സ് ഓർ in the society. Then authoritarian personality. പൊതുവെ അഥോറിറ്റേറിയൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ അവരെന്നെ വിചാരിക്കും ലൈക്ക് ദേ ആർ ദ സുപ്പീരിയേഴ്സ് എന്ന് വിചാരിക്കും. So people with authoritarian personality, they exhibit rigid thinking and punishing tendency. So these tendencies predispose individual towards the prejudice. A person who blindly obeys societal rules and is hostile towards minorities. Then personality needs. So individuals who are more intolerant of ambiguity. അങ്ങനെയുള്ള ഒരു prejudiced ആവാനുള്ള chances are also like to be more prejudiced because prejudice for them serves to clarify the ambiguity and uncertainty embedded in the situation. Similarly, a need to achieve superior status. Superior status ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു prejudice കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കാം. So a need to achieve superior status may be supported by the prejudice, which provides a group of persons lower in the status than oneself. So the need for security ആണ് അവിടെ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് അങ്ങനെയുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള prejudice നമുക്ക് കാണാൻ സാധിക്കും. Then comes എങ്ങനെയൊക്കെയാണ് നമ്മൾ prejudice നമുക്ക് കാണാൻ പറ്റുക. Manifestation of prejudice. So prejudice, it is a negative attitude directed towards some member of a particular group. And attitude, it is a hypothetical construct. അപ്പോൾ prejudice എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കാണിക്കുക. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് വിഡ്രോവലാണ്, നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ. ഇറ്റ് മീൻസ് മൂവിങ് ഫ്രം ദ ഒബ്ജക്റ്റ് ഓഫ് prejudice. രണ്ട്, നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാണ്, നോട്ട് ഇൻവൈറ്റിംഗ് എ കൊളീഗ് ഫ്രം എ മൈനോറിറ്റി ഗ്രൂപ്പ് ടു ടീം ഇവൻറ്റ്സ്. So avoidance. The next is discrimination. For example, a landlord refusing to rent to someone based on a religion or caste. Or discrimination ആണ് കാണിക്കുന്നത്. Then lynching. Lynching എന്ന് പറയുന്നത് ആൾക്കൊരു ഫിസിക്കൽ ഹേർട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാക്കുക, അതാണ് ലിഞ്ചിങ്. Then അടുത്ത ലാസ്റ്റ് പറയുന്നതാണ് എക്സ്റ്റർമിനേഷൻ, അവരെ ഇല്ലാണ്ടാക്കുക. So it's an extreme form of manifestation of prejudice. So withdrawal, avoidance, discrimination, lynching and extermination. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ വെർബൽ ആയിട്ടുള്ളൊരു prejudice എന്ന് പറയുമ്പോൾ റേസിസ്റ്റ് ഓർ സെക്സിസ്റ്റ് ആയിട്ടുള്ള ജോക്സ് കമൻസ് പറയാം. ദെൻ അവോയ്ഡൻസ് പറയുമ്പോൾ നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു സംവൺ ഇൻ ദ ക്ലാസ്. ദെൻ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ റെഫ്യൂസിങ് ജോബ്സ് ബേസ്ഡ് ഓൺ കാസ്റ്റ്. ദെൻ വയലൻസ്, അറ്റാക്സ് ഓൺ റിലീജിയസ് ഗ്രൂപ്പ്സ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് പറയുമ്പോൾ ബയസ്ഡ് ഹയറിംഗ് ഓർ സ്കൂൾ അഡ്മിഷൻസ്. Then microaggressions. You speak good English for a tribal student. ഒരു ട്രൈബൽ സ്റ്റുഡൻ്റ് ആയിട്ടും ഈ നല്ലതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു
പ്രിജുഡിസ് അതിൻ്റെ ഇടയിലുണ്ട്. ദെൻ ഫിലിംസ് പോർട്രേയിങ് മൈനോറിറ്റീസ് എസ് ക്രിമിനൽസ്, അതാണ് മീഡിയ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. Then how we can reduce prejudice and discrimination in a society? The first thing എന്ന് പറയുന്നത് അവരെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. അതിനെന്താ വേണ്ടത്? ഇന്റർ ഗ്രൂപ്പ് കോണ്ടാക്ട്. So interaction situations provide the two parties an opportunity to know each other more from close quarters and understand each other, thereby reducing the misunderstandings and misconceptions. അവിടെ അപ്പൊ എപ്പോഴും നമുക്ക് വേണ്ട വെച്ചാൽ നമ്മളുടെ ഒരു സ്കീമയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പൊ മാറ്റി ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. എക്സെപ്ഷൻസ് ആക്കി നിർത്താതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബിലീഫിനെ ഒന്ന് റാഷണലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, ഇന്റേണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. And it is effective when both have equal status. Contact between the prejudiced person and the target person ought to be intimate and not superficial. And the success of both parties is dependent. ഇപ്പൊ രണ്ട് പാർട്ടി തമ്മിലാണ് പ്രശ്നമില്ല, ഈ രണ്ടുപേരുടെ സക്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ രണ്ടുപേരുടെ സക്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു കോമൺ ഗോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് ഒരു സൂപ്പർഫിഷ്യൽ ലെവലിലല്ലാതെ നമ്മളൊരു ഇൻറ്റിമസി അവിടെ ആവശ്യമായിട്ട് വരും. സോ ദാറ്റ് ഇസ് ഇന്റർഗ്രൂപ്പ് കോണ്ടാക്ട്. ദെൻ എഡ്യൂക്കേഷൻ, മാക്സിമം ഇൻഫർമേഷൻസ് കൊടുക്കുക. അപ്പം സിലബസിലായാലും കരിക്കുലത്തിലായാലും അതുപോലെ ഫോർമൽ എഡ്യൂക്കേഷൻ എന്താണെങ്കിലും ഇറ്റ് ഷുഡ് പ്രൊമോട്ട് ദ ഹാർമണി ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ് ഷുഡ് എയിം ഓഫ് ഡെവലപ്പിംഗ് ഹെൽത്തി മൈൻഡ്സ്. ദെൻ ആൻറ്റി പ്രിജുഡിസ് പ്രൊപ്പഗാൻഡ. അപ്പോൾ മാസ് മീഡിയയിലൂടെ അത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. It has also been helpful in reducing prejudice. And it is found to be more effective than formal education. Then incongruent role. അതായത് എന്താണോ എനിക്ക് താല്പര്യം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റോൾ എനിക്ക് കിട്ടുക. It has been found that when a person is made to play a role contrary to his prejudice, it leads to reduction in prejudice after some time. It happens because playing such roles creates dissonance in the individual. അപ്പോൾ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്നിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യണമല്ലോ. So this dissonance gives rise to tension, compelling the individual to change his prejudice and restore the balance between his behavior and attitude. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ബെനിഫിറ്റ് ചെയ്യണം, എനിക്ക് ആ ഗ്രൂപ്പിന് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ ആ ഗ്രൂപ്പിന് പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് അവിടെ ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബാലൻസിൽ എനിക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. Then social legislation, rules വരണം. Government in different countries have adopted and enacted several legislations which prohibit the expression of prejudice. So any public manifestation of prejudice is punishable എന്ന് മനസ്സിലാക്കുക. അല്ലാത്തതിൽ റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് വരണം. Then personality change techniques. So a person must have a balanced personality and open mind. നേരത്തെ പറഞ്ഞ പോലെ. So where prejudice is an integral part of a personality, it becomes imperative to seek help of therapeutic treatment. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ മാറ്റും. ബിക്കോസ് ഈ പേഴ്സണാലിറ്റി ചേഞ്ച് വന്നില്ല. റിജിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇറ്റ് ഇസ് എ കമ്പോണൻറ്റ് ഓഫ് വേരിയസ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട സാഹചര്യമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക തന്നെ വേണം. അതുപോലെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേ തെറപ്പീസിലൂടെ നമുക്ക് റോൾ പ്ലേസ് ഒക്കെ വരുമ്പോൾ അതോടുകൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കാര്യങ്ങൾ. Then teaching children acceptance instead of bigotry. ഇപ്പോൾ നാരോ മൈൻഡഡ്നെസ്സിൽ നിന്ന് കുട്ടികൾ മാറ്റി ചിന്തിക്കണം. So teaching children from an early age to respect all groups. ഡൈവേഴ്സിറ്റീനെ എപ്പോഴും റെസ്പെക്ട് ചെയ്യാനും അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കുക. Then recategorization, redrawing the boundary between us and them. Then undermining stereotypes. If people are engaged to think about others as individuals, മനുഷ്യരായിട്ട് കാണും. ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് പെർട്ടിക്കുലർ കാറ്റഗറിയിൽ നിന്നാണ് ആ വ്യക്തി എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. ആൻഡ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ലൈക്ക് ടീം ബിൽഡിംഗ് എക്സസൈസസ്, വർക്ക്ഷോപ്സ് involving games that help to remove the bias and prejudice should be carried out in schools, colleges, workplace, etc.
The prejudice definition, characteristics of prejudice. Learned, negative, group-based, resistant to change, emotional, leads to discrimination, can be institutionalized, and it can be implicit or explicit. Then types of prejudice: racial, sex, caste, language, religious, and other prejudice. Then discrimination, development and maintenance of prejudice and discrimination, which includes status and power structure, historical facts, situational factors, psychodynamic factors, personality needs. The manifestation of prejudice, which includes withdrawal, avoidance, discrimination, lynching, and extermination. Then how to reduce prejudice and discrimination, which includes intergroup contact, education, anti-prejudice propaganda, incongruent role, social legislation, personality change techniques. Then teaching children acceptance instead of bigotry, teaching children from an early age to respect all groups, recategorization, undermining stereotypes, cooperative activities. Yeah. Clear ആണല്ലോ അല്ലേ? യെസ് മിസ്. മിസ്, ഡിസ്ക്രിമിനേഷനകത്ത് ബിഹേവിയർ കമ്പണ്ട് മാത്രമാണോ ഉള്ളത്? ബിഹേവിയർ കമ്പോണന്റ് ഓഫ് പ്രെജുഡിസ് ആണ്. അല്ല, ബിഹേവിയർ കമ്പോണന്റ് മാത്രമല്ല, ഇതിന് മുന്നേ ഇപ്പം ചില കേസിൽ പ്രെജുഡിസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ സംഭവിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ. പക്ഷെ പ്രെജുഡിസ് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്കവാറും കേസിൽ പ്രെജുഡിസ് വരാം. പ്രെജുഡിസിനകത്ത് ABC ആണല്ലോ, 3 ഉണ്ടല്ലോ. അതെ 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 അതെ. അതിനകത്ത് ആ ഒരു പ്രെജുഡിസിന്റെ ഒരു ബിഹേവിയർ കമ്പോണന്റ് ആണ് ശരിക്കും പറയുന്നത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ മിസ്, താങ്ക് യു. Next is social conflict and its resolution. എന്താണ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്? വാട്ട് ഈസ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്? രണ്ട് ഗ്രൂപ്പുകൾക്കിടയ്ക്കുള്ള തർക്കം, സംഘർഷം. രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ഒരു തർക്കം, സംഘർഷം. അപ്പം അതിനകത്ത് മിക്കവാറും ഒരു ഗ്രൂപ്പിന് ജയിക്കണം, മറ്റേ ആൾക്കാർ മുന്നിട്ട് നിൽക്കണം എന്നുള്ളൊരു തോന്നൽ വരിക. So it occurs when two or more actors oppose each one another in social interactions, reciprocally exerting social power in അതായത് ചിലപ്പോൾ ഒരാൾ പവർ എക്സേർട്ട് ചെയ്യും, പിന്നെ അപ്പോൾ അവിടുന്ന് അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് വരിക. ഇൻ ആൻ എഫേർട്ട് ടു അറ്റെയിൻ, എപ്പോഴാണ് നമ്മളൊരു പവർ എടുക്കേണ്ടി വരുന്നത്? അവിടെ എന്തെങ്കിലും ഇൻകമ്പാറ്റബിൾ അല്ലെങ്കിൽ സ്കേഴ്സ് ആയിട്ടുള്ള ഒരു ഗോൾ അവിടെ അച്ചീവ് ചെയ്യുന്നുണ്ടാവുമ്പോഴാണ്. To attain scarce or incompatible goals and prevent the opponent from attaining them. അപ്പോൾ opponent അത് എടുക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ അതിനകത്ത് വരുന്നുണ്ട്. So ഇത്രയും എലമെന്റ്സ് സോഷ്യൽ കോൺഫ്ലിക്റ്റിൽ വരുന്നുണ്ട്. It occurs when two or more actors oppose each one another in social interactions, reciprocally exerting social power in an effort to attain scarce or incompatible goals and prevent the opponent from attaining them. So it is a social relationship wherein the action is oriented intentionally for carrying out the actor's own will against the resistance of other party or parties. So that is the definition. Then, nature of social conflict. Social conflict is when it revolves around social power. നമുക്ക് അവിടെ social power കാണാൻ സാധിക്കും. And struggle to get hold of the power is central. അപ്പൊ അത് കിട്ടാൻ ഒരു പെർട്ടിക്കുലർ ഗോൾ അറ്റൈൻ ചെയ്യാനുള്ള ഒരു പവർ
അത് എന്നിൽ തന്നെ നിൽക്കണമെന്ന് രണ്ടു കൂട്ടരും ചിന്തിക്കുക. അപ്പൊ അതാണ് ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ്. And the social conflict involves incompatibility in the sense that in social conflict, some people are able to get what they want, while others fail to get what they want. ഇങ്ങനെ ഒരു സംഭവം ആണ്. And in most social conflict situations, element of cooperation is intertwined along with competition. അവിടെ ഒരു കോപ്പറേഷനും അതിന്റെ കൂടെ തന്നെ ഒരു കോമ്പറ്റീഷനും നമുക്ക് കാണാൻ സാധിക്കും. ത്രീ ഫോംസ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്, 3 സോഷ്യൽ കോൺഫ്ലിക്റ്റ് പറയുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ വേറെയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് പറയുന്ന അനുസരിച്ച് 3 ഫോംസ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഇൻക്ലൂഡ് ഓവേർട്ട് കോൺഫ്ലിക്റ്റ്, subjective conflict and objective conflict. So what is overt conflict? Overt conflict എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് വളരെ ഓപ്പൺ ആണ്, എല്ലാവർക്കും കാണാൻ പറ്റും. ലൈക്ക് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു പാർട്ടിയിൽ ഇരിക്കുന്നവരെല്ലാവരും ഈ ഏത് പാർട്ടിയിലാണെങ്കിലും അവർക്ക് അറിയാം. They are aware of the conflict. So it is open and explicit, and the competition between both the parties is fierce and direct. Okay. And so one speaker emphasizes and justifies his own point while questioning the validity of opponent's point of view. For example, the negotiation between management and labor union. അവിടെ മാനേജ്മെന്റിലെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ ലേബർ യൂണിയനിലെ ആളുകൾക്കും അറിയാം that there exists a conflict. അതുപോലെ war between the two countries. Then observable through actions. അപ്പോൾ നമ്മൾ എങ്ങനെ കാണാൻ പറ്റുക, എങ്ങനെ അറിയാൻ പറ്റുക? അവിടെ പ്രൊട്ടസ്റ്റും വയലൻസും വെർബൽ ആർഗ്യുമെന്റ്സും സ്ട്രൈക്സും ഒക്കെ കാണാം. The next is objective conflict. Objective conflict എന്ന് പറയുമ്പോൾ the conflict occurs when one group tries to gain the advantage over another group or groups. Thus, by objective social conflict, we mean a social situation inherently benefits some while causing loss to others. ഇപ്പോൾ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആണ് വിചാരിക്കാം, having less access to quality education and health care, even if they are not actively protesting or expressing discontent. അപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കിട്ടുന്നില്ല. അപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്കണ്ടന്റ് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലേ കൂടി അവരിൽ ഇതാണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് പറയുന്നത്. ദ നെക്സ്റ്റ് സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു ഡോമിനന്റ് ഗ്രൂപ്പ് ഫീൽസ് ത്രെറ്റൻഡ് ബൈ എ മൈനോറിറ്റി ഗ്രൂപ്പ്. ഈ ഒരു കേസിൽ പറയുമ്പോൾ അപ്പോൾ എൻ്റെ ഉള്ളിൽ മാത്രമാണ്, എൻ്റെ പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ മാത്രമാണ് അത് നിൽക്കുന്നത്, പക്ഷെ അത് പുറമേക്ക് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇമിഗ്രൻസ് വരുന്നു അല്ലെങ്കിൽ മൈഗ്രന്റ് വർക്കേഴ്സ് വരുന്നു. അപ്പം മൈഗ്രന്റ് വർക്കേഴ്സ് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവര് എൻ്റെ ജോലികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള ജോലികൾ മുഴുവൻ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവോ? പക്ഷെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് അങ്ങനെ ഒരു തോട്ട് വരാം. സോ ദാറ്റ് ഇസ് സബ്ജക്റ്റ്. പുറമേക്ക് ആ ഒരു പ്രശ്നം രൂക്ഷമായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു വിസിബിലിറ്റി നമുക്ക് അവിടെ പയ്യെ നമുക്ക് അറിയാൻ സാധിക്കും. സോ വെൻ എ പേഴ്സൺ ഐഡന്റിഫൈസ് ഓർ പെർസീവ്സ് എ സിറ്റുവേഷൻ ഇൻവോൾവിംഗ് സ്ട്രഗിൾ, it is known as a subjective conflict. Sometimes a person remains in a state of subjective struggle without bringing it to an overt level. The dominant group feels threatened by a minority gaining visibility or rights, even though their own status remains unaffected. So that is subjective conflict. These are the 3 forms of conflict. Then how we used to resolve conflicts. എങ്ങനെയാണ് കോൺഫ്ലിക്ട്സ് വരുമ്പോൾ നമ്മൾ റിസോൾവ് ചെയ്യാൻ? First thing, mutually beneficial goal. മ്യൂച്വലി ബെനിഫിഷ്യൽ ഗോൾ എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും പറ്റാവുന്ന രീതിയിൽ ഒരു ഗോള് സെറ്റ് ചെയ്യാന്നുള്ള. The common approach to reform social conflict is to establish a mutually beneficial goal. Such goals prompt the warring parties to work in close cooperation and help to reduce the feelings of group struggle. അതായത് രണ്ടു കൂട്ടരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഒരു മാർഗം. സെക്കൻഡ് തിങ്, കോംപ്രമൈസ്. Reaching a compromise between two parties also leads to reduction of struggle.
A compromise എന്ന് പറയുമ്പോൾ where no party stands to gain or lose anything at the cost of each other. അവിടെ രണ്ട് കൂട്ടർക്കും ഒരേപോലെ തന്നെയാണ് സംഭവിക്കുക. ഓക്കെ, ആ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരാളുടെ ഒരു തോൽവി നമ്മൾക്കൊരു ആശ്വാസമാവുന്ന സിറ്റുവേഷൻ അവിടെ ഇല്ല. Where no party stands to gain or lose anything at the cost of each other. The next is developing special norms. ഇതാണ് ശരിക്കും പറയുന്നത് ഇപ്പൊ നമ്മളൊരു തേർഡ് നോം എന്ന് പറയപ്പെടുന്നത് അമ്പയർ റോൾ എടുക്കുന്നത്. The conflict between two warring factions or groups may be reduced through development of special norms. And so the choice is given to the umpire rule. Next is pro-social behavior. അവിടെ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കണ്ട് നമ്മുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ തന്നെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. So by pro-social behavior, we mean behavior that creates some kind of positive social influence among others. So when members of community engage in some kind of pro-social behavior towards members of other community, it has a direct impact. അപ്പോൾ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനോട് ഒരു pro-social act ചെയ്യുക, and it has a direct impact on the perception and opinion about them, and results significantly in the reduction of feelings of conflict and struggle. Then വേറൊരു സയന്റിഫിക് അപ്രോച്ച് പറയുന്നത് വിൻ ലോസ് വിൻ വാക്കിൽ തന്നെ അറിയാൻ പറ്റും. വിൻ ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായേ പറ്റുള്ളൂ. ഒരാൾ ജയിക്കും, മറ്റേ കൂട്ടർ തോൽക്കും. So in such situations conflicts do arise. Now that conflict is inevitable. അടുത്തത് ലോസ് അപ്രോച്ച്. ഇവിടെ രണ്ടു കൂട്ടർക്കും കിട്ടുന്നില്ല. This approach is called loss-lose approach because none of the parties involved in the struggle stand to gain much and are not able to cause what they wanted to happen. Next is win-win approach. Win-win approachൽ നമ്മൾ അവിടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് സ്ട്രഗിൾ. അങ്ങനെ രണ്ടു കൂട്ടർക്കും ഒരു ഐഡിയൽ സൊല്യൂഷനിലേക്ക് എത്തുക. So this is considered as ideal for reduction of struggle between the warring groups. It involves both parties resorting to different types of cooperative measures and techniques to arrive at a conscious solution of a struggle. So it considers struggle as a mutual problem which can be solved amicably. So effective conflict resolution എന്ന് പറയുമ്പോൾ it requires active listening. നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് രണ്ട് ഗ്രൂപ്പുകാർ പറയുന്നത് കേൾക്കുക, ഒരു വ്യൂ പോയിന്റ്സ് ശ്രദ്ധിക്കുക, ദെൻ എംപതൈസ് ചെയ്യുക, അവരുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ആൻഡ് എ വില്ലിംഗ്നെസ് ടു കോംപ്രമൈസ്. അതാണ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ചോസൺ depends on the nature of the conflict. എന്താണ് ആ കോൺഫ്ലിക്റ്റ്, the relationship between parties and the context. ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. Then Blake and Morton strategy ഉണ്ട്. ഇതൊരു 5 strategies ആണ് for reduction of conflict and the struggle. അപ്പോൾ ഇതിൽ പറയുന്ന അനുസരിച്ചിട്ട് 5 methods ആണ് പറയാം. First one is withdrawing. In this, the person resolves the problem by stepping back from the situation of struggle. ലോസ് അപ്രോച്ച്. ഇപ്പൊ രണ്ടു കൂട്ടരും പുറകോട്ട് വലിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. Then smoothing. This compromise comprises of putting emphasis on points of common interest. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള നഷ്ടങ്ങളും അതിനകത്ത് വരും. ആൻഡ് അവോയ്ഡിങ് ഡിസ്കഷൻസ് ഓൺ മാറ്റേഴ്സ് ഓഫ് ഡിബേറ്റ് ഓർ കോൺട്രവേഴ്സി. അപ്പോൾ അവിടെ തീ പിടിക്കുന്ന മാറ്റേഴ്സ് അവിടെ ചർച്ച ചെയ്യാതെ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള മാറ്റേഴ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇരിക്കുക. This approach tries to minimize the differences between the two warring factions. Next is compromising. Compromising it's related to loss-lose approach, and the strategy seeks to decrease the differences through the discussion ഉണ്ട് അവിടെ. മറ്റവിടെ സ്മൂതിയിൽ നമ്മൾ ആ ഡിസ്കഷൻ പറയുന്നില്ല, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഡിസ്കഷൻസ് വരുന്നത്. കോംപ്രമൈസിൽ നമ്മൾ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് ലോസ് അപ്രോച്ചിലേക്ക് എത്തുന്നത്. Then forcing ഒരാൾ ജയിക്കുന്നു, ഒരാൾ തോക്കുന്നു, win-lose approach. This approach is an all or none approach in that it takes a competitive stand. The last one is confrontation and the problem solving. ഇവിടെ both parties openly discuss all the matters. എല്ലാ മാറ്റേഴ്സും നമ്മൾ നോക്കി and the best mutually acceptable solution നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. So that is the best method. ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. First one is avoiding. Avoiding concern for people low ആണ്, concern for results low ആണ്. So ignoring the conflict and not addressing the issue. Then accommodating എന്ന് പറയുമ്പോൾ accommodating ആണ്
sacrificing own interest to maintain the harmony. Then competing. Competing win-lose approach ആണ്. Compromising അവിടെ ലോസ് അപ്രോച്ച് ആണ്. ഫൈൻഡിങ് എ മിഡിൽ ഗ്രൗണ്ട്. രണ്ടുപേരും അവിടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും. ദെൻ കൊളാബറേറ്റിംഗ് എന്ന് പറയുന്നതാണ് കൺഫ്രണ്ടേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. അവിടെ കൺസേൺ ഫോർ പീപ്പിളും ഹൈ ആണ്, കൺസേൺ ഫോർ റിസൾട്ട്സും ഹൈ ആണ്. വർക്കിംഗ് ടുഗദർ ഫോർ എ വിൻ വിൻ സൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് 2-dimensional മോഡൽ. ഏത് നമ്മൾ എടുക്കുമ്പോഴും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എടുക്കുമ്പോൾ അവിടെ 2 ഡയമെൻഷൻസ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അസർട്ടീവ്നെസ്സും, ഡിഗ്രി ഓഫ് അസർട്ടീവ്നെസ് ആൻഡ് ഡിഗ്രി ഓഫ് കോപ്പറേറ്റീവ്നെസ്. ഇപ്പൊ കോമ്പീറ്റിംഗ് എന്ന് പറയുന്ന വാക്ക്, കോമ്പീറ്റിംഗ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. കോമ്പീറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് സൊല്യൂഷൻ മെത്തേഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് അസർട്ടീവ് ആണ്, ബട്ട് ഇറ്റ് ഈസ് അൺകോപ്പറേറ്റീവ് ആണ്. ദെൻ അക്കോമഡേറ്റിംഗ് എന്നുള്ളൊരു മോഡലാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് അൺഅസർട്ടീവ് ആണ്. അവിടെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ എടുക്കുന്നത് ഇൻഡിവിജ്വൽ നെഗ്ലക്ട്സ് ഹിസ് ഓൺ കൺസേൺസ്, നമ്മുടെ കൺസേൺസിനെ നെഗ്ലക്ട് ചെയ്യാൻ ആൻഡ് സാറ്റിസ്ഫൈ ദ കൺസേൺസ് ഓഫ് അതർ പീപ്പിൾ. അപ്പോൾ അവിടെ കോപ്പറേഷൻ ഉണ്ട്, പക്ഷെ ഞാനൊരു അൺഅസർട്ടീവ് ആയിട്ടാണ്, ഞാനൊരു പാസീവ് ലെവലിലാണ് അവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ് ഇസ് അവോയ്ഡിങ്. അവോയ്ഡിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അൺഅസർട്ടീവ് ആണ് ആൻഡ് അൺകോപ്പറേറ്റീവ് ആണ്. അവിടെ നമ്മൾ ഒന്നിനുമില്ല, അവരുമായിട്ട് സംസാരിക്കാനും ഇല്ല, അവരുമായിട്ട് സഹകരിക്കാനും ഇല്ല. ദാറ്റ് ഇസ് അൺഅസർട്ടീവ് ആൻഡ് അൺകോപ്പറേറ്റീവ്. ദെൻ കൊളാബറേറ്റിംഗ്. കൊളാബറേറ്റിംഗിൽ അസർട്ടീവ് ആണ്, കോപ്പറേറ്റീവ് ആണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, രണ്ട് കൂട്ടരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ അവർ രണ്ടുപേരുടെയും വ്യൂ പോയിന്റ്സ് എടുക്കുന്നുണ്ട്. കൊളാബറേറ്റിംഗ് ഇൻവോൾവ്സ് ഒരു സെക്കൻഡ്. So, collaborative, then compromising. Compromising is moderate in both assertiveness and the cooperativeness. Random moderate level. So the objective is to find some expedient, mutually acceptable solution that partially satisfies both parties. Collaborating കുറച്ചും കൂടി രണ്ട് കൂട്ടർക്കും സാറ്റിസ്ഫൈ ആകുന്ന രീതിയിലാണെങ്കിൽ കോംപ്രമൈസിംഗിൽ കുറച്ച് കോംപ്രമൈസസ് നമ്മളവിടെ നടക്കുന്നുണ്ട്. ഇറ്റ് ഫോൾസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ കോമ്പീറ്റിംഗ് ആൻഡ് അക്കോമഡേറ്റിംഗ്. ദെൻ നെക്സ്റ്റ് ഇസ് കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ വരുന്ന ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അമ്പയറിന്റെ റോൾ, അല്ലെങ്കിൽ ആർബിട്രേറ്റർ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി. സോ എ ഗുഡ് ഫീച്ചർ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ദ തേർഡ് പാർട്ടി ഡസ് നോട്ട് എൻഫോഴ്സ് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എൻഫോഴ്സ് ചെയ്യില്ല, ബട്ട് ദ ഡിസിഷൻ ഇസ് അറൈവ്ഡ് അറ്റ് ത്രൂ ഓപ്പൺ ഡിസ്കഷൻ ആൻഡ് നെഗോസിയേഷൻ over points of the problems. So however, this approach requires third party to be very mature and objective. Then group conflicts in Indian society. Indian society വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പ് കോൺഫ്ലിക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. One is among the minority and majority population, അതായത് ട്രൈബൽ പ്രോബ്ലംസ്. അതാണ് ഒരു കാര്യം പറയുന്നത്. They represent minority communities and always emphasize on keeping their independent existence. Then caste conflicts. 3 categories ഉണ്ട്: forward caste, backward caste and the scheduled caste and tribes. അപ്പം ഇതിനകത്ത് ആരാണ് ഔട്ട്സ്മാർട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺഫ്ലിക്ട്സ്. ദെൻ കമ്മ്യൂണൽ പ്രോബ്ലംസ് മെയിൻലി ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്, innumerable bloody riots between the people of two religions and cause thousands of innocent lives and millions of dollars worth property. Then other social conflict problem എന്ന് പറയുന്നത് labor management problem, then student problem, landlord-tenant problem, confrontation between advantaged and the disadvantaged class, then language problem and the job problem. There are the conflicts in Indian society.
So, social conflict definition. It occurs when two or more actors oppose each one another in social interactions, reciprocally exerting social power in an effort to attain scarce or incompatible goals and prevent the opponent from attaining them. Then, uh, nature of social conflict. So it revolves around social power. Struggle to get hold of power is central. Social conflicts involve incompatibility. Then element of cooperation, അതുപോലെ തന്നെ കോമ്പറ്റീഷനും നമുക്ക് കാണാൻ സാധിക്കും. Then forms of social conflict, overt, objective and subjective. Then methods of conflict resolution. General methods പറയുമ്പോൾ mutually beneficial goal, compromise, developing social, special norms, pro-social behavior. Then scientific approach വരുന്നത് win-lose, lose-lose and win-win approach. Then Blake and modern strategies, really withdrawing, smoothing, compromising, forcing, confrontation and problem solving. Then two-dimensional models, all sorts of conflict handling behaviors can be understood in terms of two dimensions, assertiveness and cooperation. Competing എന്ന് പറയുമ്പോൾ assertive and uncooperative, accommodating എന്ന് പറയുമ്പോൾ assertive and cooperative, then avoiding assertive and uncooperative, collaborating both assertive and cooperative, compromising is moderate in both assertiveness and cooperativeness. Then third party intervention, group conflict that exists in Indian society, tribal problems, caste conflict, communal problems. Then other social conflict problems that exist among labor management, advantages, disadvantage class, language, job problem, landlord tenant and the student problems. Then next unit, last book ആണ് Introduction to Group Formation and Types of Group. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഡെഫിനിഷൻ ഓഫ് ഗ്രൂപ്പ്. എന്താണ് ഗ്രൂപ്പിന്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഇതിനകത്ത് ഒരുപാട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. എ സോഷ്യൽ ഗ്രൂപ്പ് ഇസ് എ ഗിവൻ അഗ്രിഗേറ്റ് ഓഫ് പീപ്പിൾ. ഒരാൾ ഉള്ളെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയോ? ഇല്ല അല്ലെ, അവിടെ ഒരു കളക്ഷൻ ഓഫ് സോഷ്യൽ ബീയിങ്സ് ഉണ്ടാവണം അല്ലെ, ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ഉണ്ടാവണം. ആൻഡ് they should be found to be interrelated and they should perform some functions. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഉദ്ദേശം അവരുണ്ടാവും. ആൻഡ് ഹാസ് എ സെറ്റ് ഓഫ് റോൾ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സ് തമ്മിലൊരു റോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുപോലെ ഒരു സെറ്റ് ഓഫ് നോംസും അവിടെ ഉണ്ടാവും. ആ നോംസ് ആണ് അവിടെയുള്ള ആളുകളിലെ ആ ഒരു ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്. So it is a social group as a given aggregate of people playing interrelated roles and recognized by themselves or others as a group of interaction. Another definition, by group we mean any collection of social beings who enter into distinctive social relationships with one another. Another, a social psychological group is an organized system of two or more individuals who are interrelated so that the system performs some functions. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അത് സെർവ് ചെയ്യും. ഹാസ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് റോൾ റിലേഷൻഷിപ്പ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആ മെമ്പേഴ്സ് തമ്മിൽ ഒരു റോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആൻഡ് ഹാസ് എ സെറ്റ് ഓഫ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. ഗോപിക. യെസ് മാം. ഒന്ന് മ്യൂട്ട് ചെയ്തേക്കോ. സോറി മാം. Has a standard set of role relationship among its members and has a set of norms. അവർക്ക് അവരുടേതായ ചില റൂൾസ് ഉണ്ടാവും.
that regulate the functions of the group and each of its members. Then next definition is as two or more persons who meet the following conditions. The relations among the members are independent. Each member's behavior independent alla, interdependent ആണ്. Each member's behaviors influence the behavior of each of the others. And members share an ideology, a set of beliefs, values and norms which regulate their mutual conduct. Then അടുത്ത ഡെഫിനിഷൻ, അതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ. എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 2 or more interacting persons who share common goals, have a stable relationship, are somehow interdependent and perceive that they are in fact part of a group. അതല്ലേ കുറച്ചുകൂടെ എളുപ്പം പഠിക്കാനായിട്ട്? ഒന്ന് നോക്കിയേ. A group consists of 2 or more interacting persons who share common goals. പ്രസന്റ് ചെയ്യുന്നില്ലേ? അയ്യടാ, പ്രസന്റേഷൻ കാണുന്നില്ല മാം. ഇപ്പൊ കാണാം. ആ, Unit 13, Introduction to Group Formation and the Types of Group. Definitions of groups ആണ് നമ്മൾ നോക്കിയത്. പല ഡെഫിനിഷൻസ് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ ആണ്. A group consists of 2 or more interacting persons who share common goals. They'll have a certain common goals and they have a stable relationship. അവർ തമ്മിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആൻഡ് ആർ സംഹൗ ഇന്റർഡിപെൻഡന്റ്. ഒരാളുടെ ആക്ടിവിറ്റീസ് വേറൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, or ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, or behaviors. Somehow interdependent and perceive that they are in fact part of a group. ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ് ഞാൻ എന്ന് ഓരോ മനുഷ്യരും ചിന്തിക്കുന്നുണ്ട്. സോ അതാണ് ഡെഫിനിഷൻ ഓഫ് ഗ്രൂപ്പ്. ദ മീനിങ് ഓഫ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്നുള്ള അതിന്റെ ഒരു അർത്ഥമാണ് പറയുന്നത്. എ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ സിറ്റിംഗ് ഓർ വർക്കിംഗ് ടുഗെദർ. ഒരുമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. പേഴ്സൺസ് ആർ ക്ലാസിഫൈഡ് ആസ് ബിലോങ് ടു ആൻ അസോസിയേഷൻ. അവർ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ ആണ് നമ്മൾ വിചാരിക്കുക. And the persons belongs to an association. ഇനി ചിൽഡ്രൻ ആൻഡ് ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത്? They join in group due to various needs and these includes എന്തൊക്കെയായിരിക്കും? Satisfaction of important psychological and social needs, receiving affection and attention, for attaining belongingness, സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും. Then achievement of goal in a smooth and easy way. ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ആ ഒരു ടാസ്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ദാൻ ഡൂയിങ് ഇറ്റ് അലോൺ. Then getting knowledge and information on various issues which are not available at one place. ഒരു പ്ലേസിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടാണ്ട് ഒരു സാഹചര്യം വരുമ്പോൾ ഗ്രൂപ്പിൽ പോയി കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ആൻഡ് നോളജ്. ദെൻ ഗെറ്റിംഗ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഒരു ഗ്രൂപ്പിലാണെന്ന് പറയുമ്പോൾ വിൽ റിസീവ് ദാറ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫ്രം ദ ഗ്രൂപ്പ്. ഇങ്ങനെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് കുട്ടികൾ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്നത്. Then important features of group. ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത്. 1 or more individuals come together and influence each other. ഒന്നോ അതിലധികമോ ആൾക്കാർ ഒരുമിച്ച് കൂടി പലരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ. There are social interactions and relationship. തമ്മിൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അവിടെ കാണാം. Social interactions and relationships among the individual members. Then there exists some common motives, drives, interests, emotions, etc. among the group members. Group members തമ്മിൽ ഒരു കോമൺ മോട്ടീവ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരു മോട്ടീവ് ഉണ്ടാവും ആ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി, ആ ഒരു ഗ്രൂപ്പിൽ എപ്പോഴും ആയിരിക്കാനായിട്ട്. ഗ്രൂപ്പിൻ്റെതായ ചില ഇൻട്രസ്റ്റ്, ഇമോഷൻസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. ആൻഡ് ദർ ഇസ് കമ്മ്യൂണിക്കേഷൻ among the group members. അപ്പോൾ അവിടെ വെർബൽ ആൻഡ് നോൺ വെർബൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവും. ആൻഡ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹാവ് സം കോമൺ ഒബ്ജക്റ്റ് ഓഫ് അറ്റൻഷൻ. അവർക്ക് എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യത്തിലേക്കായിരിക്കും ചിലപ്പോൾ ആ ഒരു ഗ്രൂപ്പ് പോവാൻ. ആൻഡ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് സ്റ്റിമുലേറ്റ് ഈച്ച് അതർ. നീ കൊള്ളാം, നീ എത്താറായിട്ടുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. They have common loyalty and participate in
സിമിലർ ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനോടൊരു വിധേയത്വം നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിശ്വസ്തത നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കാണിക്കുന്നു. They have common loyalty and participate in similar activities. And there exists a feeling of unity in the group. ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു യൂണിറ്റി നമുക്ക് അവിടെ ഫീൽ ചെയ്യും. And the group members treat each other with respect and regard. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Treat each others with respect and regard and has a sense of camaraderie that develops among them. Then the actions of members is controlled by the group. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും ആക്ഷൻസ് വെച്ചാൽ ആ ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ആളുകൾ തന്നെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ചില പവർ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആൻഡ് ദർ ആർ സം കസ്റ്റംസ്, നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ അക്സെപ്റ്റബിൾ ടു എവറി വൺ. ബട്ട് ഇഫ് എക്സെപ്ഷൻ ഹാപ്പൻസ് ദെൻ ദ പെർട്ടിക്കുലർ മെമ്പർ വിൽ എക്സ്ക്ലൂഡ് ഫ്രം ദ ഗ്രൂപ്പ്. അപ്പോൾ എന്തെങ്കിലും എക്സെപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ മെമ്പർ അതിൽ നിന്ന് പുറത്താവേണ്ട അവസ്ഥ ഉണ്ടാവും. ബിക്കോസ് ആ ഗ്രൂപ്പിൽ അതിൻ്റെതായ ഒരു കസ്റ്റം, നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. So, characteristics of ഗ്രൂപ്പിൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്രൂപ്പാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഏകദേശം ഇത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഗുണം ഇതാണ്, നമ്മൾ എന്തൊക്കെ ഗ്രൂപ്പിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റും, കുറച്ചൊരു ധാരണ എല്ലാത്തിനെ വെച്ചിട്ട് വന്നാൽ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്, ഇത് എനിക്കൊന്ന് അടുത്ത ക്ലാസ് മുതൽ എടുക്കാം അല്ലേ? എല്ലാവരും ഏകദേശം താഴെയാണ് തോന്നുന്നു. പോരെ, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്താൽ പോരെ? മതി. ഓക്കെ, ക്ലാസ് മനസ്സിലായല്ലോ? മനസ്സിലായി. Yes, ma'am. നൈസ് ക്ലാസ് മാം. അപ്പൊ നമുക്ക് ക്ലാസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉടനെ തന്നെ എല്ലാവരും അങ്ങ് ലീവ് ചെയ്യണം. ബിക്കോസ് ക്ലാസ് നിങ്ങൾ ഇത്രയും പേരിരിക്കുമ്പോൾ നിങ്ങൾ വൈകരുത്. ബിക്കോസ് ഇത് എപ്പോൾ നിങ്ങൾ എല്ലാവരും മാറുന്നു അതുവരെ ഇത് റെക്കോർഡഡ് ആയിട്ട് സെഷൻ പോകും. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ഇപ്പം സൈറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം ചേർന്നിട്ടായിരിക്കും വരാം. അപ്പം ലീവ് ചെയ്യാൻ പറയുമ്പോൾ അപ്പം തന്നെ അങ്ങ് ലീവ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ലീവ് ചെയ്യാണ്, അതോടൊപ്പം എല്ലാവരും ലീവ് ചെയ്യുക, ആരും ക്ലാസ്സിൽ ഇരിക്കരുത്. ഓക്കെ, Okay. so thank you, see you tomorrow.